ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. അമ്മേ കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ ശക്തമായി ഉപയോഗിക്കുക. അമ്മേ കർത്താവ് പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകി തരേണ്ടതായ ആലോചനകൾ, അമ്മേ സ്തോത്രം, ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്ന പോലെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അമ്മേ സ്തോത്രം അരുളി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കരുത്. ദാസനെ കർത്താവ് ശക്തമായി ഇന്ന് രാത്രി നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ആത്മാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ അലക്സ് കെ ജോർജ് ചായൻ പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകള്, അനുഗ്രഹങ്ങൾ കർത്താവേ, അത് പിന്നെയും ദൈവസന്നിധിയിൽ ഉരുവിടുവാൻ അയവിറക്കുവാനൊക്കെയും ദൈവം തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആകയാൽ യഹൂദൻ എന്ത് വിശേഷത എന്ന് ചോദിക്കുമ്പോൾ എല്ലാ രീതിയിലും ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഏൽപ്പിച്ചത് തന്നെ അവരുടെ വിശേഷത എന്ന് കർത്താവേ ഞങ്ങൾ വായിക്കുന്നത് പോലെ നിന്റെ അരുളപ്പാടുകൾ ഹല്ലേലൂയ നിത്യജീവങ്കിലേക്കുള്ള ഹല്ലേലൂയ നിന്റെ വഴികൾ ഞങ്ങളെ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ സഹായിച്ച് ഞങ്ങളെ കാണിച്ച കർത്താവേ നടത്തുന്ന വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആത്മാവിൽ ആരാധിക്കുകയും ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ കർത്താവേ പ്രശംസിക്കുകയും ഹല്ലേലൂയ ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുന്ന ഒരു ജനമായി ഞങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് ഇവിടെ കടന്നു വന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. ആരാധിപ്പാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവൻ ഹല്ലേലൂയ ഞങ്ങളുടെ ഉള്ളിൽ പറഞ്ഞ ജീവനെ കർത്താവേ പിന്നെയും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവേ പിന്നെയും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കാനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്ക് തന്നെ നിൽപ്പാൻ കഴിവില്ല കർത്താവേ. നിന്റെ ആത്മാവ് ഞങ്ങളെ നടത്തുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെ ശക്തരാക്കുന്ന മുഖാന്തരം ഞങ്ങൾ സകലത്തിലും മതി എന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ആത്മാവിൽ ബലപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ കർത്താവേ. രോഗികളായി കടന്നു വന്നവരെ വചനം കേൾക്കയിൽ കർത്താവേ സൗഖ്യമാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ വണ്ണം ആരെങ്കിലും ഞങ്ങളുടെ കർത്താവേ മധ്യ ഉണ്ടെങ്കിൽ അവരിന്ന് ആത്മാവിൽ നിറയുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിപ്പാൻ തക്കവണ്ണം കർത്താവെ അനുസരണത്തോടെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു വലിയ നല്ല രാത്രിയായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയെ അന്ത്യകാലത്തേക്ക് കർത്താവെ ദൈവമാക്കി വെച്ചിരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കൂടെ ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ നാൾ കർത്താവെ ഈ ദേശം കാണുക ദൈവസന്നിധിയിൽ മഹത്വമായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യയാഴ്ച കർത്താവിന്റെ ദാസനായി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ എല്ലാ വിഷയങ്ങളെയും കർത്താവ് ഉള്ളതുപോലെ ഹല്ലേലൂയ വിളിച്ചു പറയുവാൻ തക്കവണ്ണം കർത്താവേ ദൈവത്തിന്റെ നാവായ നിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യേ ഇന്ന് രാത്രി ഉപയോഗിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ശാരീരികമായ ക്ലേശങ്ങളുണ്ടെങ്കിലും ബലഹീനത ഉണ്ടെങ്കിലും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നിന്റെ ഹല്ലേലൂയ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കുന്ന കണ്ടതിനെ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം കർത്താവെ ഒന്നിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭ ഈ നാളിലൊരു ഉണർവിലേക്ക് നയിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവെ. കഴിഞ്ഞ നാളുകൾ നടന്നു പോയതല്ല അല്ലെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരു വലിയ ആഹ്വാനം കർത്താവെ നിന്റെ മക്കളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കർത്താവെ നൽകി ദൈവം പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരും ദിവസങ്ങൾ അത് പുറമേ കാണുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ മാതൃകളുള്ളവരായി ജീവിക്കുന്ന അറിയുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ സ്തോത്രം. വലിയൊരു ഉണർവ് കർത്താവെ ഞങ്ങളുടെ OPS സഭയിൽ നിന്ന് ആരംഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യ ശുശ്രൂഷിക്കുന്ന കർത്താവിനെയും കുറിപ്പാട്ടോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവിൻ്റെ ശുശ്രൂഷയായ അല്ലത്തെ പന്തകുളദാസനെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യയെ പിന്നെ ഉപയോഗിക്കണമേ കർത്താവെ. പാടുവാൻ കൃപ തന്നിരിക്കയാൽ സ്തോത്രം, പ്രാർത്ഥിപ്പാൻ കൃപ തന്നിരിക്കയാൽ സ്തോത്രം. വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ കർത്താവ് പിന്നെ ഞങ്ങളെ മഹത്വം ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. സകല മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നാൽ നമ്മൾ ചേർന്ന ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ നമ്മൾ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ. സ്തോത്രം. ശക്തിയോടെ നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. കൃപയേറും കർത്താവിലെ വിശ്വാസം, ഹൃദയ എന്ത് നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമായി ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വം കഴിച്ച. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. Hallelujah. Praise the Lord. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ ദുരിതങ്ങൾ
നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപയൊന്ന് ആശ്രയം ഹല്ലേലൂയ. കൃപയൊന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആമേ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും. മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും. കൃപയോ നന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും. കൃപയോ നന്നാശ്രയമായി. ആമേ. കൃപയോന്ന് ആശ്രയം ഹല്ലേലൂയ. കൃപയോന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഘോര വൈരിയിൽ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. ആമേ. കൃപയോന്ന് ആശ്രയം ഹല്ലേലൂയ. കൃപയോന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആമേ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. ആമേ. കൃപയോന്ന് ആശ്രയം ഹല്ലേലൂയ. കൃപയോന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആമേ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. കൃപയേറും കർത്താവിലൻ വിശ്വാസം. അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമാ. ആമേ. കൃപയോന്ന് കൃപയോന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആമേ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. കൃപയോന്ന് ആശ്രയം ഹല്ലേലൂയ. കൃപയോന്ന് ആനന്ദമാ. ആമേ. വൈരികൾ വന്നാലും എതിരുയർന്നാലും ആമേ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആമേ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും.
അങ്ങേക്ക് മഹത്വം. Thank you, Jesus. Hallelujah. Hallelujah. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ, തുറന്നുള്ള സമയങ്ങളിൽ അവിടുത്തെ ദാസനെ അവിടുന്ന് ഞങ്ങളുടെ മധ്യശക്തിയോടെ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ ദാസന്മാർ, എൽഡേഴ്സ്, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വിശേഷ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ നമ്മുടെ മധ്യേ ഇന്ന് രാത്രിയിലും ഉണ്ടല്ലോ. കഴിഞ്ഞ രാത്രികളിൽ വളരെ ശക്തമായ ദൈവികാലോചന നമ്മുടെ അറിയിപ്പാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. സമയങ്ങൾ കർത്താവിൻ്റെ ദാസന ദൈവവചന ശുശ്രൂഷയ്ക്കായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഏവർക്കും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ വളരെ അനുഗ്രഹീതമായി രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രിയിലും നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിന് വാഴ്ത്തർപ്പിക്കുന്നു. ബഹുമാന്യരായ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു രാത്രിയോടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ദൈവം ഇങ്ങനെ അവസരം നൽകിയല്ലോ. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോയി, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തൂണായി ഇല്ലെങ്കിലും, 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 തുണയാകും യേശുവോടോ ചേർന്നാൽ മതി. തുണയാകും യേശുവോടോ ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലമായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കൾ ഒന്നുകൂടെ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ ചേർക്കാൻ വരാറായി. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 37-ാം വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യവും, 2 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നതാണ്. ഒന്നിൻ്റെ
ലൂക്കോസ് 1:37. ഞാൻ സകല ജഡത്തിനെയും ദൈവമായ യഹോവയാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രിക്കായി അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. രാത്രി നിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, നിൻ്റെ ജനത്തോട് ഇടപെടണമേ, ദൈവശക്തി വ്യാപരിക്കണമേ. ഇവിടെ ഞങ്ങൾ സ്തോത്രം പറയുമ്പോൾ, ആരാധിക്കുമ്പോൾ അകലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. നമ്മുടെ കൈ ഞങ്ങളെ തൊടുന്ന രാത്രിയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര വ്യാപാരങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. ദൈവശക്തി രാത്രി വെളിപ്പെടട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാകട്ടെ, അത്ഭുതം നടക്കുന്ന രാത്രിയാകട്ടെ. നിൻ്റെ കൈ ഞങ്ങളെ തൊട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് വാഴ്ത്തിയാട്. യേശുവിൻ്റെ നാമത്തിൽ പിശാച് തോറ്റവനാണ്, പിശാച് തോറ്റവനാണ്. യേശു ജയിച്ചവനാണ്, യേശു ജയിച്ചവനാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓ ഷമ റഖുനി ഉടമ റഖുനി ഹംതുനിയ. രാത്രി ജയം നമുക്കാണ്, ജയം നമുക്കാണ്. എല്ലാവരും എല്ലാവരും ദൈവമക്കളെ കൈകളടിച്ച് വായം തുറന്നേ. കൈയൊന്ന് അടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ, കരമൊന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ, ഉയർത്തിയ കരം താഴ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാൻ, വായം തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ, തുറന്ന വായ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാണ്. ആ ഷമ റഖല ഉടമ റഖുനി ദൂമ ശബ മമൗടി ഹംതുന ഉടമ റഖുന ഹംതുന റിയാന. ഹല്ലേലൂയ. ഞാൻ സകലയിടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതിപ്രയാസകരമായ രണ്ട് വിഷയത്തിന് മുമ്പിൽ രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അതിപ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരേ ഉത്തരമാണ് നമ്മൾ വായിച്ചു കേട്ടത്. BC 629 ജീവിച്ചിരുന്ന ഇരമ്യാവും ഏതാണ്ട് AD 10 ജീവിച്ചിരുന്ന യേശുവിൻ്റെ അമ്മ മറിയും ദൈവത്തോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത മറുപടിയാണ്, ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ ദൈവം കാലാതീതനായവനാണ്. AD BC അവന് പ്രശ്നമല്ല, അമാവാസിയും പൗർണവാസിയും അവന് പ്രശ്നമല്ല. ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന് നീ ഒന്നിനെക്കുറിച്ചും ചോദിക്കരുത്. ദൈവത്തിന് ഹിതമാണോ എന്ന് ചോദിച്ചാൽ മതി. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളോട് ഞാൻ പറയുന്നു, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം 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 എന്നെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിൻ്റെ അടിയിൽ ഒരു വട്ടം നീ എഴുത്, ദുഷ്ടപിശാചേ, നീ എത്ര അസാധ്യം പറഞ്ഞാലും എൻ്റെ ദൈവത്താൽ അത് സാധ്യമത്രേ. കൈകൾ അടിച്ച് അവകാശം പറഞ്ഞ് പറ, ഓ ഓ ഓ ഷമ റഖനയ, യേശുവിൻ്റെ നാമത്തിൽ പറ. നീ 1000 പ്രാവശ്യം അസാധ്യമെന്ന് പറഞ്ഞാലും ഓ ഉടമ റഖന ഹംതുനിയ, എൻ്റെ ദൈവത്താൽ സാധ്യം. ദൈവത്താൽ സാധ്യം. ജീസസ്, ഹല്ലേലൂയ. ഇതിൻ്റെ പശ്ചാത്തലം 32 അധ്യായം വായിച്ചാലറിയാം. ദൈവത്തിൻ്റെ അഭിഷക്തനായ ഇരമ്യാവിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകാൻ പോകുകയാണ്, ഈ രാജ്യം ബാബിലോൺകാർ പിടിച്ചടക്കാൻ പോകുകയാണ്. അങ്ങനെ ദൂതറിയിച്ച ദൈവദാസനെ ഇരമ്യാവിനെ പിടിച്ച് ആ രാജ്യം ഭരിച്ച രാജാവ് കാവൽപ്പുരമറ്റത്ത് അടച്ചു, ജയിലിലാക്കി. അവിടെ ദൈവദാസൻ കിടക്കുമ്പോൾ ദൈവം മറ്റൊരു പ്രവചനം കൊടുത്തു. ദൂതറിയിച്ച പ്രവാചകനെ ഓടിച്ചു വിട്ടെന്ന് പറഞ്ഞ് ദൂത് നിവർത്തിക്കാതിരിക്കില്ല. ദൂത് നൽകിയത് ദൈവം തമ്പുരാനാണെങ്കിൽ നിവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ബാധ്യതയാണ്. പ്രവാചകനെ നിനക്ക് ജയിലിടാം, പ്രവചനത്തെ ജയിലിടാൻ കഴിയില്ല. സുവിശേഷകനെ നിനക്ക് ബന്ധിക്കാം, സുവിശേഷത്തെ ബന്ധിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ദാസനായ ഇരമ്യാവ് കുണ്ടറയിൽ കിടക്കുന്നു, കാവൽപ്പുരമറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. 32:3 മുതൽ വായിച്ചു, പെട്ടെന്ന് വായിക്കാം. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ പിടിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. 3 കാലഘട്ടങ്ങളിൽ ജീവിപ്പാൻ
ഇരമ്യാവിന് ദൈവം കൃപ നൽകി. അതായത് പ്രവാസകാലത്തിന് മുമ്പ്, പ്രവാസകാലത്ത്, പ്രവാസത്തിന് ശേഷം, എക്സൈലിലേക്ക് പോകും മുമ്പ് ദൂതറിയിച്ചു, പ്രവചനം. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകാൻ പോകുകയാണ്. പ്രവാസ കാലഘട്ടത്തിലും ഈ ദൈവദാസൻ ജീവിച്ചു. പ്രവാസത്തിന് ശേഷവും ഈ ദൈവദാസൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഉപവാസപ്രാർത്ഥനയുടെ 3-ാമത്തെ രാത്രിയിൽ കർത്താവ് എന്നോട് പറയുന്നു, നിന്നോട് പറയാൻ, നീ വാ കൊണ്ട് പറഞ്ഞ ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം നിനക്ക് കൃപ തരും. പോരാ 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 പോരാ, വിശ്വാസം കൊണ്ട് കൈ ഉയർത്തിപ്പിടി, വാ തുറക്ക്, കരമടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഓരോ ദൂതും ഏറ്റെടുത്തുകൊണ്ട് പറ, എൻ്റെ വാ കൊണ്ട് പറഞ്ഞ ചിലത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ക്ഷമ റഗിന എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തരും. ഇവിടെ ഇരിക്കുന്ന ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ, എൽഡേഴ്സ് ഉൾപ്പെടെ യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞ ചിലതിനെ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തരാൻ പോകുകയാണ്. കരമടിച്ച് ശക്തിയോട് അന്യ മറവിൽ, അന്യ ഭാഷയിൽ ദൈവത്തെ സൂചിച്ചോണ്ട് പറ, യെസ് ഹല്ലേലൂയ. വളരെ നാൾ ഞാൻ TV പ്രഭാഷണം നടത്തുന്നുണ്ടായിരുന്നു. ധാരാളം ആളുകൾ TV പ്രഭാഷണത്തിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട് വിളിക്കാറുണ്ടായിരുന്നു. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സഹോദരി, അവൾ മെഡിക്കൽ ഡോക്ടറാണ്. അവളുടെ വിവാഹത്തിൽ വളരെ പ്രശ്നങ്ങളാണ്. അവളുടെ മദ്യപാനിയാണ്, ഡിയാണ്. അവൾ എങ്ങനെയോ സുവിശേഷം കേട്ടു. അവൾ കൂടെ വിളിക്കാൻ തുടങ്ങി, ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. ഒത്തിരി നാളായി വിളിക്കുകയാണ്. ഒരു ദിവസം രാവിലെ അവൾ എന്നെ വിളിച്ചു, പാസ്റ്റർ, ദൈവം എനിക്ക് മറുപടി നൽകിയില്ലേ? ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് മറുപടി നൽകും, നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഉടനെ അവൾ സങ്കടം കൊണ്ട് എന്നോട് ചോദിച്ചു, ഇനി എന്നാ ദൈവം മറുപടി തരുന്നത്? എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ? ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് കൊള്ളും. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു. ദൈവാത്മാവ് പറയാൻ പറഞ്ഞവളോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമാണ് നിന്നോട് വാക്ക് പറഞ്ഞതെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിൻ്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. രാത്രി ചിലർ വാക്തത്വത്തെ സംശയിക്കുന്ന, ഇത്ര കരഞ്ഞിട്ടും ഇത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലെന്ന് ചിന്തിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയാൻ പറയുന്നു, പരിശുദ്ധാത്മാവാണ് പറഞ്ഞതെങ്കിൽ, ദൈവമാണ് ദൂത് തന്നതെങ്കിൽ നിൻ്റെ കണ്ണടയാൻ, അതിൻ്റെ നിവർത്തി കാണാതെ നിൻ്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. ഊടാമ റഖോനിയ, സഭയുടെ ഉണർവിനായി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കാലഘട്ടത്തിൽ തന്നെ നിന്റെ കണ്ണടയും മുമ്പ് തന്നെ ഉണർവിനെ ദൈവസഭയിൽ അയച്ചിരിക്കും. തലമുറകളുടെ വിടുതലിനായി കരയുന്ന മാതാവേ, പിതാവേ, നിന്റെ കണ്ണടയും മുമ്പ് നിന്റെ കാലഘട്ടത്തിൽ തന്നെ ദൈവം വാഗ്ദത്ത നിവർത്തി നീ കാണും. ചില ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവേ, നിന്റെ കണ്ണടയും മുമ്പ് ദൈവ വാഗ്ദത്ത നിവർത്തി നീ കാണും. പോരാ പോരാ, ശക്തിയോടെ വിശ്വാസത്തോടെ പറ, ഞാൻ കരയുന്ന വിഷയത്തിന്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എൻ്റെ കണ്ണടയും മുമ്പ് ദൈവം മറുപടി അയക്കും. അത് കാണാതെ എൻ്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ തലയിൽ ഞാൻ കൈവെക്കുന്നില്ലെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി ഇടപെടുന്നുണ്ട്. ദൈവം എന്നോട് സംസാരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ദാസൻ ഇരമ്യാവ് കാവൽപ്പുരപ്പെടുന്നുണ്ട്. നമ്മുടെ വിഷയം വളരെ ഫാസ്റ്റായതാണ്, അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. 6 മുതൽ വായിച്ചാട്ട്, പെട്ടെന്ന് 6 മുതൽ വായിച്ചാൽ. ഇരമ്യാവ് പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമയേൽ നിന്റെ അടുക്കൽ വന്നു, അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമയേൽ കാവൽപ്പുരമറ്റത്ത് എന്റെ അടുക്കൽ വന്നു, ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ എന്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പും നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണമെന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ടു. സാക്ഷികളെ കൊണ്ട് ആധാരം എഴുത്തും സാക്ഷികളെ വെപ്പും മുദ്രയിടൽ വന്നത് തുടങ്ങിയതാ. നിങ്ങൾ ശ്രദ്ധിക്കുക, കാവൽമുരപ്പറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ വെച്ച് വീണ്ടും ദൈവത്തിന്റെ ആലോചനയുണ്ടായി. നിന്റെ ഇളയപ്പന്റെ മകൻ ശല്ലൂമിന്റെ മകൻ ഹനമയേൽ നിന്റെ അരികിൽ വരും. അവൻ നിന്നോട് പറയും, അനാഥോത്തിലെ എൻ്റെ സ്ഥലം വിലയ്ക്ക് വാങ്ങണം. അങ്ങനെ ദൂത് ഇരമ്യാവിനോട് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ, എൻ്റെ നോക്കിയേ, ഇരമ്യാവ് ഇവിടെ കിടക്കുന്നത്
കാരാഗ്രഹത്തിൽ, കാവൽപുരമറ്റത്ത്, ജയിലിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹനമേൽ എവിടെ കിടക്കുക? നോ വാട്സാപ്പ്, നോ ഇമെയിൽ, നോ ഫോൺ കോൾ. ദൈവം തമ്പുരാൻ പറഞ്ഞു, നിന്റെ അടുക്കൽ വരും. ഇരമ്യാവേ, നിന്നോട് കൽപ്പിക്കുന്നവൻ ഹനമേലിനോട് കൽപ്പിക്കും. ഏലിയാവേ, നിന്നോട് കൽപ്പിക്കുന്നവൻ കാക്കയോടും കൽപ്പിക്കും. രാത്രി സ്തോത്രം പറയുന്ന ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്നോട് കൽപ്പിക്കുന്നവൻ അധികാരികളോടും കൽപ്പിക്കും. എത്ര പേർക്ക് വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? നിന്നോട് ആലോചന പറഞ്ഞവൻ നിന്റെ മേലുദ്യോഗസ്ഥനോട് കൽപ്പിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൈയടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക. സഭയോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു. പരിശുദ്ധാത്മാവിൽ ദൂത് സഭയോട് പറയുന്നു. നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നിന്നോട് കൽപ്പിച്ച ദൈവമാണെങ്കിൽ നിനക്ക് വേണ്ടി അവൻ മേലുദ്യോഗസ്ഥനോട് കൽപ്പിക്കും, അധികാരോട് കൽപ്പിക്കും, രാജാക്കന്മാരോട് കൽപ്പിക്കും. കൈകളടിച്ച് അന്യഭാഷ ശക്തിയോട് ദൈവത്തെ സ്തുതിക്കുക. എന്നോട് കൽപ്പിക്കുന്ന ദൈവം അധികാരോട് കൽപ്പിപ്പാൻ ശക്തനത്രേ. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്, വിശ്വാസത്തോട് സ്തോത്രം പറഞ്ഞാട്ട്, ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്ത ദൈവപൈതൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എന്നോട് പറഞ്ഞ ദൈവം മേലധികാരോട് കൽപ്പിക്കും, എന്നോട് പറഞ്ഞ ദൈവം മേലുദ്യോഗസ്ഥനോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ കൽപ്പിക്കും ചിലരോട്. മുൾപ്പടർപ്പിൽ വെച്ച് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു. മോശയോട് പറഞ്ഞ്, നിന്നെ ഞാൻ നിയോഗിക്കാൻ പോകുകയാണ്. മോശ പറഞ്ഞ്, എന്നെ കൊണ്ടുവയ്യ. 3 വട്ടം പറഞ്ഞ്, എന്നെ കൊണ്ടുവയ്യ. യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. നിന്നെ തന്നെ ദൈവം വിളിക്കുന്നെങ്കിൽ, ഒരു ദൗത്യ നിർവഹണത്തിനായി വിളിച്ചാൽ അത് നിറവേറാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തരും. നിന്നെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല ദൈവം. നിന്നെ ഒരിടത്ത് വിട്ടാൽ അവിടെ നിറവേറാനുള്ള അഭിഷേകം തന്നേ ദൈവം അയക്കത്തുള്ളൂ. മോശ പറഞ്ഞ്, എന്നെ കൊണ്ടുപോയ. അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞു, നിന്റെ സഹോദരൻ അഹരോന് നല്ലവണ്ണം സംസാരിക്കാൻ അറിയാം. നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ നിന്നെ എതിരേറ്റ് വരും. ഇത് വിശ്വസിക്കുന്നുണ്ടോ? ആര് വിളിച്ചു പറഞ്ഞ അഹരോനോട്? ആര് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാ? ആര് ഫോൺ കോൾ നടത്തി? ദൈവം തമ്പുരാൻ പറയുന്ന ചോദ്യം ചെയ്യാതെ നീ അനുസരിച്ചാൽ ചില അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്, ചില വിടുതലുകൾ കാണാൻ പോകുകയാണ്. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതിനാൽ അത് സംഭവിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി മോശ അങ്ങോട്ട് ചെല്ലുകയും അഹരോനെതിരേറ്റ് വരികയുമാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ. വിശ്വാസത്തോട് സ്റ്റെപ്പ് വെച്ചാൽ നീ അത്ഭുതങ്ങൾ കാണും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ചിലരോടൊക്കെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. ഞാൻ കൺവെൻഷൻ പ്രസംഗിയനാ, ഇവിടെ വന്ന് നേരത്തെ ഞാൻ കൺവെൻഷൻ അത് വേറെ ശൈലിയാണ്, ഇത് ഉണർവ് യോഗമാണ്. അതുകൊണ്ട് ദൈവാത്മാവിൽ പറയുകയാണ്, പ്രൈസ് ലോർഡ്, ദൈവം നിന്നോട് പറഞ്ഞ ചില വിഷയങ്ങൾ ഒരു സാധ്യതയും നീ കാണുന്നില്ലെങ്കിലും, എല്ലാം അസാധ്യമാണെങ്കിലും, പറഞ്ഞത് സർവശക്തനാകിയാൽ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും നിന്റെ ദൈവം പറഞ്ഞതിനാൽ അത് സംഭവിച്ചിരിക്കും. എത്ര പേർക്ക് ആത്മാവിൽ കുതിപ്പാൻ കഴിയും? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, നിന്റെ തലമുറ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് നിന്നോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും നിന്റെ കണ്ണടയും മുമ്പ് നിന്റെ തലമുറ യേശുവിനെ പ്രസംഗിക്കും. നിന്റെ കണ്ണുകൊണ്ടത് കാണും. ശക്തിയോടെ കൈകളടിച്ച് ആത്മ നിറവിൽ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി. നീ അനുകൂലമായി ഒന്നും കാണുന്നില്ലായിരിക്കാം, ഒരു സാധ്യത നീ കാണുന്നില്ലായിരിക്കാം, എല്ലാം സാധ്യമായിരിക്കാം. എന്നാൽ പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചിരിക്കും, അത് സംഭവിച്ചിരിക്കും. അന്ന് രാത്രി വാ തുറന്ന് പറഞ്ഞ അത് സംഭവിച്ചിരിക്കും. നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ അത് കണ്ടിരിക്കും. യിരെമ്യാവിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ തന്നെ ഹനമയിൽ ചെന്നു, ആധാരം എഴുതി മുദ്ര വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 25-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. 25-ാം വാക്യം വായിച്ചു. 25. യഹോവയായ കർത്താവേ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ, നഗരം കൽദയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ, നിലം വിലയ്ക്ക് മേടിച്ച് അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എഴുത്തൂത്തെല്ലാം കഴിഞ്ഞിട്ട് യിരെമ്യാവ് ദൈവത്തോട് ചോദിച്ചു, അതാ നീ എന്നോട് പറഞ്ഞാൽ ഞാൻ ചോദ്യം ചെയ്യാതെ അനുസരിക്കും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കണ്ടിട്ടുണ്ട്. അടുത്തത് എന്താ നമ്മൾ പാടുന്നേ?
അയ്യോ എന്ന് പറയുന്നേ, എന്തിനെന്ന് ചോദിക്കില്ല. 1000 പ്രാവശ്യം ചോദിച്ചിട്ടാ എന്തിനെന്ന് ചോദിക്കത്തില്ലെന്ന്. എന്തിനെന്ന് ചോദിക്കില്ല. എൻ്റെ നന്മയ്ക്ക് നീ ഞാൻ അറിയുന്നു. യിരെമ്യാവ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പുരാനോട് ചോദിച്ചു, തമ്പുരാനെ, ദൈവം തമ്പുരാനെ, എന്നാ പണിയായി കാണിച്ചേ? പട്ടണം മൊത്തം പാമ്പുവാന്ന് നീ എന്നോട് വായിലൂടെയല്ലേ പറഞ്ഞേ? നഗരം കൽദയുടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക. എന്നിട്ട് എൻ്റെ കാശെല്ലാം കൊടുത്തിട്ട് നീ ഈ വസ്തു എഴുതിപ്പിച്ച എന്തിനാ? ഉടനെ വായിച്ചോ പിന്നെ പറഞ്ഞേ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്തെന്നാൽ, ഞാൻ സകല ഇടത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത, കൈ ഉയർത്തി പറ, എനിക്ക് കഴിയാത്ത. രാത്രി ദൂരവ്യാപകമായൊരു ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുക. ആഗോള വ്യാപമായ ദൈവസഭയ്ക്കുള്ള ദൂത് കർത്താവ് കൈമാറുകയാ. യിരെമ്യാവിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, മോനെ, സമ്മതൊക്കെ ശരിയാ, പക്ഷെ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എനിക്ക് അധിക സമയം വേണ്ട. കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എനിക്ക് മിനിറ്റുകൾ വേണ്ട. ഇപ്പോൾ നീ കാണുന്നത് പോലെയല്ല, ഞാൻ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, കുറിച്ചിട്ടുകൊള്ളൂ, റെക്കോർഡ് ചെയ്തുകൊള്ളൂ. ഓ ഷമ റഖന, കാര്യങ്ങളെ മാറ്റിമറിക്കാൻ നീ സേവിക്കുന്ന ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് അധിക സമയം വേണ്ട. കൽവടിച്ച അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എൻ്റെ ദൈവത്തിന് അധിക നേരം വേണ്ട. ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, തിരികെ വരില്ലെന്ന് നീ ചിന്തിക്കുന്ന ചില നന്മകൾ തിരികെ വരാൻ പോകുകയാണ്. മടങ്ങി വരില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലത് മടങ്ങി വരാൻ പോകുകയാണ്. തുറക്കപ്പെടല്ലെന്ന് ചിന്തിക്കുന്ന ചില വാതിലുകൾ നിനക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടാൻ പോകുകയാണ്. എല്ലാവരും സഹോദരന്മാരെ കൈയടിച്ചോ, ആത്മാവ് നിറവിൽ ദൈവത്തെ സ്തുതിച്ചോ. വിശ്വാസത്തോടെ നീ ഏറ്റെടുത്തു പറ, കാര്യങ്ങളെ ദൈവം മാറ്റിമറിക്കുമെന്ന് പറ. അല്പം നിമിഷം കൊള്ളിൽ ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് പറ. എന്റെ ദൈവത്തിന് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ അധികം നേരം വേണ്ട. കാര്യങ്ങളെ ദൈവം മാറ്റിമറിക്കും. നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറി മറിയും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഇലക്ഷനെ കുറിച്ചും ഭരണത്തെക്കുറിച്ചും ഒക്കെ ഒത്തിരി ഒരു വ്യാകുലപ്പെടുകയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് യഥാവാനായ ദൈവത്തിലാണ്, സർവശക്തനായ ദൈവത്തിലാണ്. നിമിഷങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മാറ്റിമറിപ്പാൻ കഴിവുള്ളവനെയാണ് ഞാൻ സേവിക്കുന്നത്. കഴിഞ്ഞ നിമിഷം വരെ സിംഹാസനത്തിൽ നിന്ന നെബൂഖദ്നേസറിനെ അടുത്ത നിമിഷം കാളയെപ്പോലെ കാട്ടിൽ വിട്ട് പുല്ല് തീറ്റിച്ചവനാ നമ്മുടെ ദൈവം. ഉഗ്രപ്രതാപിയായ ഫറവോൻ ആജ്ഞകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നവനെ ചെങ്കടൽ മുക്കി വെള്ളം കുടിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. ഒറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറിമറിയും. കഴിഞ്ഞ നിമിഷം വരെ അവൻ സിംഹാസനത്തിലായിരുന്നെങ്കിൽ അടുത്ത നിമിഷം കാളയെപ്പോലെ പുല്ല് തിന്നുന്നവനായി മാറി. ഭരിക്കുന്നതും മനുഷ്യനാണെങ്കിലും വാഴുന്നത് നമ്മുടെ കർത്താവ് അത്രേ. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, മൂക്കിൽ ജീവശ്വാസമുള്ളവനെ വിട്ടൊഴിവീൻ, അവനെ വിലമതിക്കാൻ എന്തുള്ളൂ. നീ വളരരുത്, നീ ഇതൊന്നും കേട്ട് വിരണ്ടു പോകരുത്. നീ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുന്നു. തനിക്ക് ബോധിച്ചവനെ കൊടുക്കുന്നു. ഒരു ജയിൽപ്പുള്ളിയെ പോലെ കഴിഞ്ഞ മണിക്കൂർ വരെ കാരാഗ്രഹത്തിൽ കിടന്ന യോസഫിനെ അടുത്ത സെക്കൻഡിൽ സിംഹാസനത്തിൽ എത്തിച്ചവനാ നമ്മുടെ ദൈവം. എല്ലാം മാറാൻ ഒരു നിമിഷം മതി. ഒരു നിമിഷം കൊണ്ട് ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കും. കൈയൊന്ന് ഉയർത്തി വായം തുറന്നു ദൈവത്തെ സ്തുതിച്ചേ. ബെൽഷസ്സർ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ദർബാർ ഹോൾ, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. 7 രഥങ്ങൾ ഒന്നിച്ച് നടന്നു പോകത്തക്ക സെക്യൂരിറ്റി, വലിയ കൂറ്റൻ മതിൽ, ഈച്ച പോലും കടക്കാത്ത സെക്യൂരിറ്റിയിൽ ദർബാർ ഹോളിനുള്ളിൽ അവൻ്റെ വെപ്പാട്ടികളും അവൻ്റെ ശില്പന്തികളും അവൻ്റെ കൈക്കാരും എല്ലാം അവിടെ ചേർന്നിരുന്ന് അവനെ വാഴ്ത്തുകയാണ്. ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാനപാത്രത്തിലെടുത്ത് അതിൽ വീഞ്ഞു കുടിച്ച് നുകരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ചുറ്റും നിന്ന് അവരെല്ലാവരും വാഴ്ത്താൻ തുടങ്ങി. രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവനെന്ന് വായ്പായിട്ട് നാടിക്കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഹോളിലേക്ക്
അനുവാദം ചോദിക്കാതെ ഒരു കരം കടന്നു വന്നു. തെറ്റുപറ്റാത്തൊരു ത്രാസുമായ കരം അതിനകത്തേക്ക് കടന്നു വന്നു. കുറവില്ലാത്തവൻ എന്ന് പാടിക്കൊണ്ടിരുന്നവനെ സെക്കൻഡുകൾക്കുള്ളിൽ ആ ത്രാസെടുത്തൊരു ആ കൈയെടുത്തൊരൊറ്റ ഏറെറിഞ്ഞ് ത്രാസിലേക്ക് ത്രാസ് അവനെ തൂക്കി. റിസൾട്ട് ഭിത്തിയിൽ എഴുതി, മെനെ തെക്കലു ഫർസീൻ, ഞാൻ നിന്നെ തൂക്ക് നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അവൻ്റെ ഏപ്പുകൾ ആടാൻ തുടങ്ങി, അവൻ്റെ ഏപ്പ് അഴിയാൻ തുടങ്ങി. ഓ ഷമ റുക്കുനിയ, അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, ഇത് അവനിൽ അടുത്ത നിമിഷം നിവർത്തിക്കപ്പെട്ടു. 60 വയസ്സ് പ്രായമുള്ള മേദ്യപേർഷ്യൻ രാജാവായി വാണു. അവൻ കൊല്ലപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ പറയാം, 1 മിനിറ്റ് കൊണ്ട് രാജാക്കന്മാരെ മാറ്റാനും വാഴിക്കാനും അധികാരമുള്ളവനെയാണ് നീയും ഞാനും സേവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ കൂടെ പറയാറുണ്ട്, നിങ്ങൾ സ്തോത്രം പറയോ പറയാതിരിക്കേണ്ട വിഷയമല്ല. ഇന്ന് ആത്മീയ ലോകത്തിൽ ഒത്തിരി അഹങ്കാരികളായ നെബൂഖദ്നേസർമാരും ഒത്തിരി അഹങ്കാരികളായ ബെൽഷസ്സർമാരുമുണ്ട്. അവരും ഇത് ഓർത്തുകൊള്ളണം, 1 മിനിറ്റ് കൊണ്ട് നിന്റെ അവസ്ഥ മാറ്റാൻ കഴിവുള്ളവൻ സ്വർഗത്തിലുണ്ട്. അധികം നീ അഹങ്കരിക്കരുത്. നിന്റെ കൊമ്പ് മേളോട്ട് ഉയർത്തരുത്. ശാഠ്യത്തോട് സംസാരിക്കരുത്. തെക്ക് നിന്നല്ല വടക്ക് നല്ല ഉയർച്ച വരുന്ന ഉയരത്തിൽ നിന്നാണ്, മറക്കരുത്. ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്, ശക്തിയോടെ. എപ്പോഴും ഓർത്തോണം, നിമിഷം കൊണ്ട് ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കും. സെക്കൻഡുകൾ കൊണ്ട് കാര്യങ്ങൾ തകിടം മറിയും. അതിന് കഴിവുള്ളവനാണ്. ലോകത്തിലെ വാഴുന്നവൻ മനുഷ്യനാണെങ്കിലും ഭരിക്കുന്നവൻ ദൈവമാണ്. സോവർണിറ്റി നമ്മുടെ ദൈവത്തിനുള്ളതാണ്. പരമാധികാരി ദൈവമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ചൂക്രികളെ ഒന്നും പേടിക്കാത്തത്. അത് ആത്മീയ നേതാവായാലും അഹങ്കാരം എടുക്കുന്നവൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം നിനക്ക് വേണം. നിന്റെ തടിമിടക്ക് കൊണ്ടല്ല, നിന്റെ അകത്ത് ദൈവം ഒരു അഭിഷേകത്തിന്റെ അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം. പോയ പോക്ക് കണ്ടില്ലേ? മൂക്കിൽ ജീവശ്വാസമുള്ളവനെ വിട്ടൊഴിവീൻ, അവനെ വിലമതിപ്പാൻ എന്ത്? ഇന്ന് നീ സിംഹാസനത്തിൽ കാണും, നാളെ കാണണമെന്നില്ല. ഞാൻ പറയട്ടെ, ഈ ബീമോനച്ചൻ എന്ന് ഞാൻ ഇന്നാളി പറഞ്ഞെന്ന് തോന്നുന്നു, ഇവിടെ നിൽക്കുക. അടുത്ത ശ്വാസം കൃപയാല. ദൈവമേ, ജീവനും കൃപയും നീ എനിക്ക് നൽകി. നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ബീമോനച്ചൻ എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഒരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിക്കയറ്റുന്നുണ്ട്. ഒരു തവണ ദൈവത്തിൻ്റെ കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിയില്ലേ ഞാനിവിടെ പിടഞ്ഞു വീഴും. 100 ഡോക്ടർമാരിവിടെ ഉണ്ടെങ്കിലും എന്നെ സഹായിപ്പാൻ കഴിയില്ല. അതേ സഹോദര, നിന്റെ ശ്വാസം, സഹോദരി, നിന്റെ ശ്വാസം, നിന്റെ കുഞ്ഞിൻ്റെ ശ്വാസം സ്വർഗത്തിലെ ദൈവം പരിപാലിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിങ്ങളെ നോക്കുന്ന ഡോക്ടറുടെ വലിപ്പമോ ഹോസ്പിറ്റലിന്റെ നൽപ്പമോ കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം പറയുന്നത്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി തീരാത്ത കൊണ്ടാ. വിശ്വസിക്കുന്നെങ്കിൽ ഒന്നുകൂടെ കരമടിച്ച ശക്തിയോടെ സ്തോത്രം പറ. ഹല്ലേലൂയ. ആന്ധ്രയിൽ ഒരു പാസ്റ്റർ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടു കാണും. ആന്ധ്രയിൽ ഒരു പാസ്റ്റർ കല്യാണം നടത്തുക. ചെറുക്കനോട് വേസമ്മതം പറഞ്ഞു, പെണ്ണിനോട് വേസമ്മതം പറയാൻ തിരികെയും അവരുടെ മുമ്പിൽ വെച്ച് പാസ്റ്റർ കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു പെങ്കൊച്ചർ TV റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവായി അതിന് നടുവിൽ കുഴഞ്ഞു വീണു. 30 വയസ്സേ ഉള്ളൂ. കുറച്ച് നിങ്ങൾ കണ്ടു കാണും ഇതൊക്കെ. കുറച്ച് സ്നേഹിതരെല്ലാം കൂടെ ഫുഡ് കഴിക്കാൻ പോയി. ഓർഡർ ചെയ്തു. തമാശ പറഞ്ഞുകൊണ്ടിരുന്നു. ഫുഡ് വന്നു, മുമ്പിലോട്ട് വന്നു. അതിലൊരുത്തൻ അതിലോട്ട് മൂക്കുകുത്തി വീണു, തീർന്നു. ഇത്രയേ ഉള്ളൂ. എന്താ കണ്ടോണ്ട അഹങ്കരിക്കുന്നേ? മൂക്കിൽ ജീവശ്വാസമുള്ളവനെ വിട്ടൊഴിവീൻ, അവനെ വിലമതിപ്പാൻ എന്തുള്ളൂ. വാഴുന്നവൻ നമ്മുടെ കർത്താവ് അത്രേ. കൈയൊന്നുയർത്തി വീണ്ടും ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ഇരമ്യാവ് പറഞ്ഞു, തമ്പുരാനെ, ഇങ്ങനൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിക്കുകയും ചെയ്തു, ഇത് വല്ലാത്ത ചെയ്ത്തായി പോയി. ദൈവം തമ്പുരാൻ പറഞ്ഞു, മോനെ, കാര്യങ്ങൾ മാറിമറിയും. ഇന്ന് അവൻ്റെ കയ്യിലാണെങ്കിൽ നാളെ നിൻ്റെ കയ്യിൽ വരും. ഞാൻ ഒന്നുകൂടെ ആരോടൊക്കെ പറയുന്നു, തിരികെ വരില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലത് തിരികെ വരും. മടങ്ങി വരില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലത് മടങ്ങി വരും.
ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലത് നിന്റെ കൺമുമ്പിൽ ദൈവം സംഭവിപ്പിക്കും. ശൗലുമുണ്ടോ പ്രവാചകണത്തിൽ? ഞാൻ പ്രവചിക്കുക പരിശുദ്ധാത്മാവിൽ. ശൗലുമുണ്ടോ പ്രവാചകണത്തിൽ എന്ന് പറഞ്ഞ പോലെ നിന്റെ തലമുറ യേശുവിനെ പ്രസംഗിക്കും. അവർ കർത്താവിനെ ഉയർത്തും. ആത്മനിറവിൽ അവൻ നിൽക്കും. നിന്റെ കണ്ണുകൊണ്ടത് കാണും. ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലത് ദൈവം സംഭവിപ്പിക്കും. പക്ഷെ കരയുക, പ്രാർത്ഥിക്കുക, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക, നെടുമ്പാട് വീഴുക, ദൈവത്തിൽ മുട്ടിന്മേൽ നിൽക്കുക, കരഞ്ഞുകൊള്ളുക. ദൈവപ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണാൻ പോകുന്നു. വേദപുസ്തകം മുഴുവൻ സംഭവിക്കില്ലെന്ന ലോകവും വൈദ്യശാസ്ത്രവും മനുഷ്യനും വിധി എഴുതിയത് ദൈവം സംഭവിപ്പിച്ചു. ഒന്നാമത് ഇസ്രായേലിന്റെ മടങ്ങിവരവാണ്. ഇതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ മടങ്ങിവരയെ കുറിച്ചാണ്. 126 സങ്കീർത്തനം 1 വാക്യം. 126 സങ്കീർത്തനം 1 വാക്യം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇന്ന് രാത്രി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവാത്മാവിൽ ഞാൻ പറയാം, ഉപവസിക്കുന്ന ദൈവവേദലേ, പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും. നീ സ്വപ്നം കാണുന്നവളെ പോലെ ആയിരിക്കും. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം കരയുന്ന നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുക. ശക്തിയോട് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയാ, സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും നീ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും നീ. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ഓഷമ റഘുനി ഹംധുന ഔഡമ റഘുനിയ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുകയാണ്. ഒരു പാഴുവാക്കല്ല. സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അതിന് കാരണം എന്നാ? പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരെ പ്രവാസികളാക്കിയവർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവർ അയൽക്കാർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് ഇസ്രായേലും ചിന്തിച്ചു. ഓരോ വാക്കും ദൂത ശ്രദ്ധിച്ചോണം. മടങ്ങി വരില്ലെന്നവർ ചിന്തിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ഒരിക്കലും സംഭവിക്കില്ലെന്ന് നിന്റെ അയൽക്കാർ പറയുന്നത്, നിന്റെ നാട്ടുകാർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ഒരിക്കലും സംഭവിക്കില്ലെന്ന് ഹല്ലേലൂയ അയൽക്കാർ പറയുന്നത് അല്ല, നീ തന്നെ പറയുന്നത് അല്ല, നിന്നോടൊപ്പം ഒരേ പായിൽ നിന്ന് ആരാധിക്കുന്ന ചിലർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. എത്ര പേർക്ക് വിശ്വാസത്തോടെ സ്തോത്രം പറയാൻ കഴിയും? എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാം ഇന്ന് രാത്രിയിൽ. ഒരിക്കലും സംഭവിക്കില്ലെന്ന്, ഒരിക്കലും നടക്കത്തില്ലെന്ന് നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി നിന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നവൻ പോലും പറഞ്ഞാലും യേശുവിന്റെ നാമത്തിൽ നീ പറ, അത് സംഭവിക്കും. എൻ്റെ ദൈവം സംഭവിപ്പിക്കും. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. സ്തോത്രം. പ്രവാസത്തിലേക്ക് പോയി സാഹചര്യം മടങ്ങി വരില്ലെന്ന് ആളുകൾ ചിന്തിച്ചു. 137 സങ്കീർത്തനം ബാബിലോണിൽ ആയിരിക്കുന്നവരുടെ പാട്ടാ. ബാബേൽ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഇസ്രായേൽ ഗീതങ്ങളൊന്ന് ചൊല്ലുവീനെന്നവർ പറഞ്ഞു. അവർ പറഞ്ഞു, യഹോവയുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുന്നെങ്ങനെ. ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പാടാൻ വയ്യ. എന്നാൽ ഇതേ നദി, ബാബിലോൺ നദി, ഹിദ്ദേക്കൽ നദി, ഊലായി നദി, ഖേബാർ നദി, പന്തിയുടെ പേരാ, ആ നദീതീരത്തിരുന്നു കൊണ്ട് 3-4 ദൈവദാസന്മാർ ദർശനം കാണാൻ തുടങ്ങി. എഗസ്കേൽ, ദാനിയേൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ വയ്യാന്ന് പറഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിപ്പാനുള്ളത് അതേ നദീതീരത്തിരുന്ന് അഭിഷക്തന്മാർ ദർശനം കണ്ടു. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു അഭിഷക്തന് ഏത് കാലഘട്ടത്തിലും തൻ്റെ ജനത്തെ അറിയിപ്പാനുള്ള ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് ചിന്തിച്ചു, മടക്കി വരുത്തി. അതൊരു വലിയ വാസ്റ്റ് സബ്ജക്റ്റാണ്. ഒന്ന്, സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന ചിലത് ദൈവം സംഭവിപ്പിക്കും. 2, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അബ്രഹാമിനൊരു മകൻ ഉണ്ടാകുമെന്ന് ആരും വിശ്വസിച്ചില്ല. അബ്രഹാം പോലും അവസാനം വിശ്വസിച്ചില്ല. അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന 75-ാം വയസ്സിലാണ്. അന്ന് പറഞ്ഞു, നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി അനുഗ്രഹിക്കും.
കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ 15-ാം അധ്യായമായപ്പോൾ ദൈവം തമ്പുരാനോട് അബ്രഹാം പറഞ്ഞു, എൻ്റെ ദാസൻ എലയാസർ എൻ്റെ മുമ്പാകെ മതി. കുറേ നാൾ കൊണ്ട് എന്നെ കളിപ്പിക്കുക, എനിക്ക് കൊച്ചുങ്ങളൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം ദൈവം തമ്പുരാനെ എന്നറിയാമോ 15-ാം അധ്യായം എന്താ ഇരിക്കുന്നത്? ദൈവം ഒരു നല്ല തെളിഞ്ഞ ആകാശമുള്ള രാത്രിയിൽ അബ്രഹാമിനെ കൂടാരത്തിൽ കൈപിടിച്ച് പുറത്തിറക്കി നിർത്തി. ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു, എണ്ണാൻ പറഞ്ഞു, ആ നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു. അബ്രഹാം എണ്ണാൻ തുടങ്ങി. 1, 2, 3 തെറ്റിപ്പോവാ, പിന്നെയും പോവാ, തെറ്റുക. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ദൈവവാഗ്ദത്തത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കും. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാവോ? നക്ഷത്രം എണ്ണാൻ തുടങ്ങി, എണ്ണിട്ടങ്ങാണ്ട് തീരുമോ? നക്ഷത്രം എണ്ണ തീരുന്നില്ല. എന്ത് ഈ നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഭൂമിയുടെ കോണ് പോലും പലരും നമ്മൾ കണ്ടിട്ടില്ല. ഏറ്റവും അധികം യാത്ര ചെയ്തിട്ടുള്ള ഞങ്ങൾ പോലും കണ്ടിട്ടില്ല. ഈ ഭൂമിയെ പോലെയുള്ള 13 ലക്ഷം, ശ്രദ്ധിച്ചു കേൾക്കൂ മക്കളുടെ എല്ലാം ഉള്ളിക്കാരണം, 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യകോളത്തിൽ കൊള്ളും. ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പമാണ് സൂര്യൻ. അങ്ങനെ 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള 2 ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ കൊള്ളും. അപ്പൊ ആ നക്ഷത്രത്തിന്റെ വലിപ്പം എത്ര? അമ്മച്ചിമാര് കൊട്ടയ്ക്കകത്ത് പപ്പടം പൊള്ളിച്ചിടുന്ന പോലെ 13 ലക്ഷം 2 ലക്ഷം സൂര്യന്മാർ ഒരു ആ കാണുന്ന സാധനത്തിൽ പൊട്ടുപോലെ അങ്ങ് നൂര് നിൽക്കുക. അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ, ഏതാണ്ട് 10,000 കോടി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഒരു ഗാലക്സി. അങ്ങനെ ആയിരക്കണക്കിന് ഗാലക്സികളുണ്ട്. എളുപ്പം മനസ്സിലാകാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കടൽ തീരത്ത് എന്തുമാത്രം മണൽത്തരിയുണ്ടോ അത്രയും നക്ഷത്രം അവിടെ ഉണ്ടെന്ന്. ഇവയൊക്കെ നിർമ്മിച്ച ദൈവം, ഇവയ്ക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം, ആ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ കൃപ ലഭിച്ചവനാ ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയും. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ ഓടിയോടുവാനത്തിൽ തൂക്കിയ ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ ഓടിയോടുവാനത്തിൽ തൂക്കിയ നല്ലവനല്ലോ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന് താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയില് പ്രമോദമുണ്ടല്ലോ, താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന് താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയില് പ്രമോദമുണ്ടല്ലോ. അപ്പൊ ഈ 13 ലക്ഷം ഭൂമിമാരെ പോലുള്ള 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യൻ, അതുപോലെ 2 ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുന്ന നക്ഷത്രം, അങ്ങനെ കോടാനുകോടി നക്ഷത്രം, അവയ്ക്ക് റൂട്ട് നിശ്ചയിച്ചവൻ, അവയ്ക്ക് പേർ വിളിക്കുന്നവൻ, അവൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്താൽ അവയൊന്നും കുറഞ്ഞു പോകുന്നില്ല. സകലത്തെയും തൻ്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്നവൻ. സ്തോത്രം. ആ ദൈവത്തിനൊരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ആ ദൈവത്തിനൊരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? അബ്രഹാമിനെ വിളിച്ചിറക്കി, മോനെ നക്ഷത്രം എണ്ണടാന്ന് പറഞ്ഞു. നക്ഷത്രം എണ്ണിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞേ, ഇതിനെയൊക്കെ നിർമ്മിച്ചു പാലിക്കുന്നവൻ, ഇവയ്ക്ക് റൂട്ട് നിശ്ചയിച്ചവൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന് നിനക്ക് 100-ാമത്തെ വയസ്സിൽ ഒരു കൊച്ചിനെ തരുന്ന വലിയ കാര്യമാണോടാന്ന് ചോദിച്ചത്.
വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ ചിലർക്ക് ആവശ്യമാ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്നത് സകലവും അസാധ്യമെന്നും എല്ലാവരും വിധിച്ചു തള്ളിയാലും യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാ, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാ, എൻ്റെ കർത്താവിന് അസാധ്യം ഒന്നുമില്ല. 100 വയസ്സായാലും ദൈവം പ്രവർത്തിക്കും, 50 വയസ്സായാലും ദൈവം പ്രവർത്തിക്കും, കല്യാണം കഴിഞ്ഞ് 30 വർഷമായാലും എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഒരു അത്ഭുതം നടക്കട്ടെ. ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തു. ഇന്ന് രാത്രി നിന്റെ നിർജീവ ശരീരത്തിന്മേൽ, നിന്റെ നിർജീവ ഗർഭപാത്രത്തിന്മേൽ, നാഡീ ഞരമ്പുകളിൽ മേൽ ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിൽ എടുത്തു വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് എല്ലാം നമുക്ക് സമയം പോകുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ വീണ്ടും ദൈവം അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ചെല്ലുന്നു. നിങ്ങൾ നോക്കി കുറിച്ചാൽ മതി. അപ്പം 3 ദൂതന്മാർ, ഞാൻ വിചാരിക്കുന്നത് ദൈവം തന്നെയാണ്, കർത്താവ് തന്നെയാണ്. കാരണം അവർ ഇറങ്ങാൻ നേരം പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, അപ്പോൾ നിനക്ക് പറഞ്ഞാട്ടൊരു മകനുണ്ടാകും. എന്നെ നോക്കൂ, എന്നെ നോക്കൂ. അപ്പോൾ കൂടാരത്തിൻ്റെ അകത്ത് നിന്ന് കേട്ട സാറ ചിരിച്ചു. പൊട്ടിച്ചിരിച്ചില്ല, അട്ടഹസിച്ചില്ല, അവൾ ഉള്ളിൽ ചിരിച്ചു, ഉള്ളിൽ ചിരിച്ചു. പക്ഷെ കൂടാരത്തിന് പുറത്ത് നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. രാത്രിയിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ ആരും കാണാതെ നീ കരഞ്ഞ കണ്ണുനീരുകൾ കണ്ടൊരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ നീ തുടച്ച് കളഞ്ഞ കണ്ണുനീരുകൾ കാണുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ അഭിഷക്ത, ആരും കാണാതെ നീ തുടച്ച പല കണ്ണുനീരുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അത് കണ്ടൊരു ദൈവമുണ്ട്. മക്കൾ കാണലെന്ന് പറഞ്ഞ സഹോദരി, നീ തുടച്ചു കളഞ്ഞ കണ്ണുനീർ, പ്രിയപ്പെട്ടവൻ കാണരുതെന്ന് പറഞ്ഞ് നീ തുടച്ചു കളഞ്ഞ കണ്ണുനീർ അവൻ്റെ തുരുത്തിയിലുണ്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആരോടും പറയാതെ, ആരും അറിയാതെ നീ രഹസ്യമായി കരഞ്ഞതിന് പരസ്യമായി എല്ലാവരും കാണുക. ദൈവം നിനക്ക് ഉത്തരം തരാൻ പോകുകയാണ്. എത്ര പേർക്ക് ആത്മാവിൽ ദൈവം തിരിച്ചറിയാൻ കഴിയും? ഇതൂത് കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ആരോടും പറയാതെ, ആരും അറിയാതെ, ഓ ക്ഷമ, നിന്റെ ബെഡ്റൂമിൽ നീ കരഞ്ഞ കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. കൈകളടിച്ച് ആത്മഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് നീ കരയുന്നത് പരസ്യമായി ആരും കണ്ടില്ലെങ്കിലും, നീ തുടച്ച കണ്ണുനീരുകൾ ആരും കണ്ടില്ലെങ്കിലും അത് നിന്റെ ടിഷ്യൂ പേപ്പറിൽ തീർന്നിട്ടില്ല. നിന്റെ കൈലേസിൽ അത് തീർന്നിട്ടില്ല. ദൈവാത്മാവ് പറയുന്നു, ആരോടും പറയാതെ, ആരും അറിയാതെ നീ കരഞ്ഞ ചില വിഷയത്തിന് എല്ലാവരും കണ്ട് ദൈവം നിനക്ക് ഉത്തരം തരും. പോരാ പോരാ പോരാ, ശക്തിയോടെ ശക്തിയോടെ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ച് നിർത്തരുത്, നിർത്തരുത്. ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ദൈവദൂത് ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കൂ. ഞാൻ രഹസ്യമായി കരഞ്ഞതിന് ദൈവം എനിക്ക് പരസ്യമായി ഉത്തരം തരും. അവൻ നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റും. അവൻ നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റും. ദൈവാത്മാവ് നിർബന്ധിച്ച് പറയുന്നു. അനേക അഭിഷക്തന്മാർ തങ്ങളുടെ ഭാര്യമാര് കാണാതെ കണ്ണുനീർ. നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ കരയില്ലെന്നാ? ചില വേദനകളിൽ നീ തുടയ്ക്കുന്ന കണ്ണുനീരിവിടെ ആരും കണ്ടില്ലെങ്കിലും അത് കാണുന്നൊരു സ്വർഗമുണ്ട്. അത് കാണുന്നൊരു സ്വർഗമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇംഗ്ലീഷനായ ദൈവദാസനാണ്. അദ്ദേഹത്തെ ഒരിക്കലൊരു യോഗത്തിന്, ഇതിവിടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചില്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു പറയാൻ, ആർക്കും ഇത് ആവശ്യമുണ്ട്. യോഗത്തിന് വിളിച്ചു, ബുക്ക് ചെയ്ത് ഞാൻ IPC കേരള സ്റ്റേറ്റിലെ പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഞാൻ പറഞ്ഞു. ദാസന്മാർ കരഞ്ഞുകൊണ്ട് ഇത് കേട്ടു. ബുക്ക് ചെയ്തു. അന്നത്തെ കാലത്ത് ഞങ്ങളെയൊക്കെ ആരംഭകാലത്ത് കത്തെഴുതിയാണ് വിളിക്കുന്നത്. പിന്നെ കുമ്പനാട് വരുമ്പോൾ ബുക്ക് ചെയ്യും. കത്താണ് വഴി എഴുതി തരുന്നത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോട്ടീസും കൊണ്ട് ആദ്യം നേതാവിൻ്റെ അടുക്ക് ചെന്നു. നേതാവ് പേരെല്ലാം വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇവനുണ്ട്, ഞാൻ വരത്തില്ലെന്ന്. ഇവനുണ്ട്. അവർക്ക് നേതാവിനെ തള്ളാൻ കഴിയില്ല. തള്ളാൻ നോക്കുന്ന ഈ ദൈവദാസനെയാ. അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്നു. ദേവദാസ വിളിക്കാൻ ചെന്നാന്ന് വിചാരിച്ചാൽ നോട്ടീസും കൊണ്ട് വന്നു. നോട്ടീസിലും പേര് വെച്ചു, പക്ഷേ ഞങ്ങളുടെ ലീഡർ വരുത്തില്ല, അതുകൊണ്ട് അങ്ങ് വരരുത് കൺവെൻഷന്. അദ്ദേഹം കേട്ടു. ഓൾവേഷം പാസ് കാര്യം പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടു. മനസ്സിലായി. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്:
അവർ പോയി കഴിഞ്ഞപ്പോൾ അത് ഹൈന്ദവാഗ്ന് വന്ന കരയണമെന്നുണ്ട്. ഭാര്യ കാണരുത്, പിള്ളേർ കാണരുത്. അദ്ദേഹം പാഴ്സനേജിൽ നിന്ന് ഇറങ്ങി സഭാ ഹാളിലേക്ക് ചെന്നു. ഹാളിൻ്റെ ജനലും വാതിലും എല്ലാം അടച്ചു. അവിടെ കിടന്നതേ ഉരുണ്ട് കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, മോനെ, ഇവർക്ക് നിന്റെ ഒരു സ്റ്റേജേ വിലക്കാൻ കഴിയൂ. നിനക്ക് വേണ്ടി ഞാൻ 1000 സ്റ്റേജുകൾ തുറന്നു തരും. ഭൂമിയുടെ അറ്റത്തോളം ഞാൻ നിന്നെ അയക്കും. ന്യൂസിലാൻഡ് അടുത്ത് സ്റ്റെർലിംഗ് പോയിന്റ് എന്നൊരു സ്ഥലമുണ്ട്. ആ പോയിന്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. 25-30 വർഷം മുമ്പ് ഞാൻ പാഴ്സനേജിൽ കിടന്ന് കരഞ്ഞത് എൻ്റെ ഭാര്യയും പിള്ളേരും കണ്ടില്ല. പക്ഷേ അന്ന് എൻ്റെ ദൈവം എൻ്റെ അരികിൽ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഭൂലോകത്തിൻ്റെ അറ്റത്തോടും എൻ്റെ സാക്ഷിയാകാൻ എത്തിക്കും. ഇന്ന് രാത്രി നിന്നോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, മനുഷ്യന് നിൻ്റെ ഒരു വഴി അടയ്ക്കാനേ കഴിയൂ, ഒരു സ്റ്റേജ് വിലക്കാനേ കഴിയൂ. ഓ, ദൈവം നിനക്ക് വേണ്ടി, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി തുറന്നാൽ ഒരു മനുഷ്യനും അടയ്ക്കാൻ കഴിയില്ല. നിൻ്റെ തലമുറയോട് ഒരു നന്മ അടയ്ക്കാനേ മനുഷ്യന് കഴിയൂ. എന്നാൽ എൻ്റെ ദൈവം, നീ സേവിക്കുന്ന ദൈവം ലോകത്തിൻ്റെ വിശാലമായ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു തരും. അത് അടയ്ക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. മക്കളെ, കൈയടിച്ചോ, കണ്ണടച്ചോ, നിന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിയട്ടെ. നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും കാണാത്തതിന്റെ കണ്ണുനീരുകൾ, ആരും കാണാത്തതിന്റെ തേകലുകൾ, ആരും കാണാത്തതിന്റെ നിലവിളികൾ. അവൻ തുരുത്തിയിലാക്കി വെക്കും. അതവന്റെ പുസ്തകത്തിലുണ്ട്. നീ വിചാരിക്കുന്നത് ടിഷ്യൂ പേപ്പറിൽ നിന്റെ കണ്ണുനീര് തീർന്നില്ല. നീ തുടച്ച കണ്ണുനീരുകളുടെ ആരും കണ്ടില്ലെങ്കിലും അത് തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവം. ശക്തിയോട് കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞു. എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്. തൻ്റെ ഇടത്തോട് പറയാ, എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാണ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറയും. കാരണം ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിനക്കെതിരായി ഒരു വാതിൽ അടയ്ക്കാനേ ശത്രുവിന് കഴിയൂ. അപ്പുറത്ത് 9 വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ തലമുറയുടെ ഒരു നന്മ മുടക്കാനേ പിശാചിന് കഴിയൂ. 9 നന്മകൾ ദൈവം നിനക്കായി തുറക്കും. ഒന്ന് ശക്തിയോട് എല്ലാവരും ദൈവത്തെ ആരാധിച്ചേ, സന്തോഷത്തോടെ. ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വീണ്ടും തമ്പുരാൻ ചെല്ലുന്നു. എന്തോ ആ വീടെന്തോ പ്രത്യേകത. ദൈവം തമ്പുരാൻ ഇറങ്ങുകയും കയറുകയും ചെല്ലുകയും ചെയ്യുന്ന വീടോ എന്തോ കൺസേണാ പാസ്റ്ററെ. 21-ാം അധ്യായം അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്ന യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. കണ്ടോ, നിവർത്തിച്ചു കൊടുത്തു. ദൈവം സന്ദർശിച്ചു. 5-ാം വാക്യം വായിച്ചേ. 5-ാം വാക്യം. തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറാ പറഞ്ഞു. അടുത്തത്, സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന്. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനാ ഞാൻ വായിപ്പിക്കുന്നത്. സാറാ വായിച്ചോ. സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു. എന്നെ നോക്കിയേ. ഇത് പറഞ്ഞ അർത്ഥം എന്താ? ഈ ഞാൻ കൃപയാൽ 4 പതിറ്റാണ്ടായി എവിടെ മലയാളികളുണ്ടോ ആ രാജ്യത്തെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ പലയിടത്തും പോകുമ്പോൾ കാണും, ഈ തലമുറകൾക്ക് വേണ്ടി ഒത്തിരി പേർ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ഒത്തിരി വിടുതലുകൾ നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ ഈ കല്യാണം കഴിച്ച് 3-4 വർഷം പ്രശ്നമില്ല, കുറച്ച് കഴിയുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ഈ 4 വർഷമോ 5 വർഷമോ 6 വർഷമോ ഒക്കെ പറയുക ആളുകൾ, സാരമില്ല ദൈവം പ്രവർത്തിക്കും, സാരമില്ല ദൈവം പ്രവർത്തിക്കും. 8 വർഷം ആകുമ്പോഴും ദൈവം പ്രവർത്തിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞവരെല്ലാം അങ്ങ് നിർത്തും. ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞവരൊക്കെ നിർത്തും. സാറയോട് അബ്രഹാമിനോട് ആര് പറഞ്ഞു സാറായിക്ക് മുല കൊടുക്കുമെന്ന്? എന്ന് പറഞ്ഞാൽ ചന്ദ്രബോസ് സാറേ ആദ്യം പറഞ്ഞവനെല്ലാം അങ്ങ് നിർത്തി. ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞവനെല്ലാം നിർത്തി. പ്രൈസ് ദി ലോർഡ്. നിന്നോട് ദൂത് പറഞ്ഞ പ്രവാചകൻ പോലും കാലുമാറിയാലും
പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അബ്രഹാമേ, നിന്റെ ഒത്താശ പോലും എൻ്റെ ദൈവത്തിന് വേണ്ട. ദൈവം നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ സംഭവിച്ചിരിക്കും. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ തൻ്റെ വാക്ക് മാറാൻ കഴിയുന്നവനല്ല. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, കൈകളടിച്ചാട്ട് ദൈവത്തെ ആത്മാവിൽ സ്തുതിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ പറ. ദൂത് പറഞ്ഞവൻ മാറിയാലും, ഹല്ലേലൂയ, ധൈര്യപ്പെടുത്തിയവൻ മാറിയാലും, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവൻ കൈയൊഴിഞ്ഞാലും, ഹല്ലേലൂയ, എന്നോട് വാക്ക് പറഞ്ഞവന്റെ ദൈവമാകിയാൽ അത് സംഭവിച്ചിരിക്കും. കൂടെ കാൽവർ മോറിയായിട്ട് പോക. ഇസഹാക്ക് ചോദിച്ചപ്പാ, തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു എവിടെ? ഉടനെ അബ്രഹാം പറഞ്ഞു, യഹോവയിരേ, ദൈവം കരുതും, ദൈവം കരുതും. ഇസഹാക്ക് വിശ്വസിച്ചു. പക്ഷേ മോറിയായി ചെന്നപ്പം കരുതുമെന്ന് പറഞ്ഞ അബ്രഹാം തന്നെ ഇവനെ പിടിച്ച് കെട്ടി കിടത്തി. അപ്പോഴും ഇസഹാക്ക് പിന്മാറിയില്ല, കുതിറിയോടിയില്ല. എന്നൂടെ ഞാൻ പറയാം, നിന്നെ ഉറപ്പിച്ചവനും നിന്നെ ധൈര്യപ്പെടുത്തിയവനും നിനക്ക് വാക്ക് പറഞ്ഞവനും നിന്നോട് കൂടെ നിന്നവനും കെട്ടിപ്പിടിച്ചവനും ചുംബിച്ചവനും ധൈര്യപ്പെടുത്തിയവനും വാക്കുമാറിയെന്ന് വരും, കൈയൊഴിഞ്ഞെന്ന് വരും. പക്ഷെ നിന്നെ വിളിച്ചവൻ സർവശക്തനാ, അവൻ കൈയൊഴിയില്ല. നിന്നോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനാ. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഒരു സാധ്യതയും നീ കാണുന്നില്ലെങ്കിലും, മുഴുവൻ അസാധ്യമാണെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ വിശ്വസിക്കുക, അത് സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചിരിക്കും. ആശയ്ക്ക് വിരോധമായി ആശയോട് കാക്കുക. ഇസ്രായേലിന്റെ മടങ്ങി വരവ് സംഭവിക്കില്ലെന്ന് ചിന്തിച്ചു. നമ്മുടെ വിഷയം സംഭവിച്ചു. അബ്രഹാമിന് മക്കളുണ്ടാവുമെന്ന് ചിന്തിച്ചില്ല. ദൈവം കൊടുത്തു, വാഗ്ദത്തം നിവർത്തിച്ചു. യാക്കോബ് തൻ്റെ മകനെ യോസഫിനെ കാണുമെന്ന് ചിന്തിച്ചില്ല. യോസഫ് അപ്പനാ പറഞ്ഞു വിട്ടത്, പക്ഷെ തിരികെ കൊണ്ടില്ല. മക്കള് കോലാട്ടുകൊറ്റനെ കൊന്ന് അങ്കിയിൽ രക്തം പുരട്ടി കൊടുത്തു വിട്ടു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം 22 വർഷം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ജീവിച്ചിരിക്കുന്നൊരു മകനെ ഓർത്ത് യാക്കോബ് കരഞ്ഞുകൊണ്ടേയിരുന്നു. അതൊക്കെ ഞാൻ കരയും, ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. 22 വർഷം. 17-ാമത്തെ വയസ്സിൽ യോസഫ് പോയി. 30-ാമത്തെ വയസ്സിലെ മന്ത്രിയാകുന്ന 13 വർഷം. 7 വർഷം സമൃദ്ധിയുടെ കാലം. അന്നേരം അവർ എന്നില്ല. ക്ഷാമം 2 വർഷം. അത് കഴിഞ്ഞപ്പോഴാണ് വന്നേ. ഇപ്പം 13, 7, 20, 22 വർഷം ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഗോത്രപിതാവ്. ദൈവത്തിന് വേണേ ഒരു തവണ ചെന്നിട്ട്, മോനെ കരയൊന്നും വേണ്ട, നിന്റെ മോൻ ഇന്നടത്തുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. പറഞ്ഞോ അച്ഛാ? പറഞ്ഞില്ല. യോസഫ് രഥമൊക്കെ അയച്ചപ്പം അന്ന് വീട്ടിൽ പോയി നോക്കണം. തമ്പുരാൻ ഇറങ്ങി വന്ന് പറയുക, പൊക്കോ, ഒരു കുഴപ്പമില്ല, ഞാൻ അയക്കും, 46 അധ്യായം, നീ പൊക്കോളാൻ പറഞ്ഞു. അതുവരെ മിണ്ടിയില്ല. 22 വർഷം കരഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ കരയിപ്പിച്ചേ? ഞാൻ നമ്മുടെ ചർച്ച് കൊണ്ട് സ്റ്റേറ്റ് കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ യോസഫ് എവിടെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ യാക്കോബ് പോയി പിടിച്ചുകൊണ്ട് വരും. ദൈവം മറച്ചു വെച്ചു. ചിലതൊക്കെ ദൈവം മറച്ചു വെക്കും. കാരണം യോസഫിനെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിയത് തിരിച്ചതുപോലെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാ. രണ്ടാമത് ദൈവം ഒരുത്തനെ സിംഹാസനത്തിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് അപ്പൻ്റെ ഒത്താശ വേണ്ട, ചേട്ടൻ്റെ ഒത്താശ വേണ്ട. രാത്രി കൈയടിച്ച് വാതുറം ദൈവത്തെ ആരാധിച്ചോ. ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം നിന്നെ മാനിക്കാൻ തീർന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒരിടത്ത് എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ ഒത്താശ വേണ്ട. നിന്നെ ദൈവം എത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. ആരൊക്കെ കൈയൊഴിഞ്ഞാലും, ആരൊക്കെ കാലുവാരിയാലും, ആരൊക്കെ കൈവിട്ടാലും നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ. എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, യോസഫന്റെ കൂടെ ഇല്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ യാക്കോബ് തന്റെ മകനായ യോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. അത് വായിക്കുമ്പോഴൊക്കെയും ഞാൻ കരയും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിങ്ങളും കരയും. യാക്കോബ് തന്റെ മകനായ യോസഫിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞൊരു പദം എന്താ? മകനെ യോസഫേ, മകനെ യോസഫേ, മകനെ യോസഫേ, മകനെ യോസഫേ. നിന്നെ കാണാവുന്ന പോലും ഞാൻ ചിന്തിച്ചതല്ല,
നിന്റെ സന്തതിയെയും കാണുവാ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയുന്നെങ്കിൽ നിന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരാൻ പോകുകയാ. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, നിന്റെ തലമുറയുടെ നന്മകളെ നിന്നെ കാണിക്കത്തില്ലെന്ന് പിശാച് പറയുന്നെങ്കിൽ നിന്റെ തലമുറയുടെ നന്മ കാണാൻ എൻ്റെ ദൈവം നിനക്ക് ഭാഗ്യം തരാൻ പോകുകയാണ്. കൈകളടിച്ച് അന്യഭാഷയിൽ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. നാല്, യോസഫ് മന്ത്രിയാകുമെന്ന് ആരും ചിന്തിച്ചില്ല. യോസഫ് ദർശനം കണ്ടു. അതവൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അവർ അവനെ പകച്ചു, ദോഷിച്ചു, അധികം ദോഷിച്ചു, അസൂയ തോന്നി. സമാധാനമായി സംസാരിപ്പോൾ അവർക്ക് കഴിഞ്ഞില്ല. രണ്ടാമത്തെ ദർശനം അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പോഴും നീരസപ്പെട്ടു. വല്ലതും മനസ്സിലാവുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? നീ കണ്ട ദർശനം ചിലരോട് പങ്കുവെക്കുമ്പോൾ അവർ അംഗീകരിച്ചില്ലെന്ന് വരും. നീ ഒരു പാട്ട് പാടുമ്പോൾ, നീ ഒരു പ്രസംഗം നടത്തുമ്പോൾ, നീ ഒരു പ്രബോധനം നടത്തുമ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നൊന്നുമില്ല, വിലയപേക്ഷ പറയണമെന്നുമില്ല. തിരസ്കരണവും അംഗീകാരമില്ലായ്മയും കുറ്റപ്പെടുത്തലും തള്ളിപ്പറച്ചിലും ഒക്കെ വരും. പക്ഷെ ദർശനം കാണുന്ന നിർത്തരുത്. മനസ്സിലാകുന്നോ മക്കളെ, ചെറുപ്പക്കാരെ? പാടുന്ന നിർത്തരുത്, പ്രസംഗിക്കുന്ന നിർത്തരുത്, പ്രബോധിപ്പിക്കുന്ന നിർത്തരുത്. നീ ദർശനം കണ്ടുകൊണ്ടേയിരിക്കുക, നീ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. ആരൊക്കെ അപഹസിച്ചാലും ആരൊക്കെ പരിഹസിച്ചാലും ദൈവം നിനക്ക് നൽകിയ ദർശനം ഒരിക്കൽ നിന്നെ സിംഹാസനത്തിക്കും. പോരാ, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്. പരിഹസിച്ചവർ, ആക്ഷേപിച്ചവർ, തള്ളിപ്പറഞ്ഞവർ, മാറ്റി നിർത്തിയവർ ഒരിക്കൽ നിന്നെ തേടി വരും. ഞാൻ കൂടെ പറയും, ദർശനം യോസഫിനെ ഫൈസലോ പൊട്ടക്കണ്ണിട്ടു. ദർശനം യോസഫിനെ അടിമപ്പണി ചെയ്യിപ്പിച്ചു. ദർശനം യോസഫിനെ കാരാഗ്രഹത്തിച്ചു. എന്നാൽ അതേ ദർശനം അവനെ സിംഹാസനത്തിച്ചു. സമാധാനമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ചെറുപ്പക്കാരും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, എന്നെ അംഗീകരിക്കുന്നില്ല. ഞങ്ങളെ ആരും അംഗീകരിക്കാനില്ലായിരുന്നു, ഞങ്ങൾക്കാരും പ്രോത്സാഹനം തരാനുമില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, ദർശനം തന്നത് ദൈവമാണോ, വേദി ഒരുക്കി ദൈവം തന്നിരിക്കും. ദാവീദേ, നിന്റെ മേൽ അഭിഷേകം നൽകിയ ദൈവമാണോ, നീ രംഗത്ത് വരാൻ ദൈവം ഒരു ഗോലിയാത്തിനെ ഒരുക്കിയിരിക്കും. അതുകൊണ്ട് തൻ്റെ ഇടത്തോടെ നിന്നോ, ഭാരപ്പെടുവൊന്നും വേണ്ട. അംഗീകാരമൊക്കെ പുറകിന് വന്നോളും. നീ ദർശനം കാണുന്ന നിർത്തരുത്, നീ പാട്ടുപാടുന്ന നിർത്തരുത്, നീ എഴുതുന്ന നിർത്തരുത്, നീ പ്രസംഗിക്കുന്ന നിർത്തരുത്. ദൈവം നിനക്ക് നൽകിയത് നീ പ്രയോഗിക്കുക, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുക, താലന്തുകൾ വിനിയോഗം ചെയ്യുക. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നീ ദൈവം തന്ന കൃപകൾ ഉപയോഗിക്കുക. നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. കൈകൾ ഉയർത്തിയാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്. യോസഫിനെ അവർ തള്ളിപ്പറഞ്ഞു. യോസഫ് സഹോദരന്മാരുടെ അരികിലേക്ക് ചെന്നപ്പോൾ അവർ അവനെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പിടിച്ച് പൊട്ടക്കണ്ണിലിട്ടു. ഞാൻ പറഞ്ഞല്ലോ, പൊട്ടക്കണ്ണിലിട്ടത് രാജാവാക്കാനല്ല, അവൻ്റെ സിംഹാസനത്തിൽ എത്തിക്കാനുമല്ല, ദർശനം എന്താകുമെന്ന് കാണാനാണ്. ഇവിടെ കിടന്ന് ചാകട്ടെന്ന് പറഞ്ഞു, അവൻ്റെ ദർശനം എന്നൊക്കെ ഉണ്ടാവുമെന്ന് കാണട്ടെന്നാ. പക്ഷെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഇന്ന് രാത്രിയിൽ നിന്റെ ദർശനം ഇല്ലാതാക്കാൻ പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. യോസഫ് പോയിടത്തെല്ലാം വിശ്വസ്തനായി. നമ്മുടെ സമയത്തിന് ചുരുക്കം കൊണ്ട് ഞാൻ നിർത്തേണ്ടിയിരിക്കുന്നു. യോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യോസഫിൻ്റെ അവസ്ഥ: 1 ബിലവഡ് സൺ, 2 സ്ലേവ്, 3 പ്രൈം മിനിസ്റ്റർ. അവൻ അപ്പൻ ഇഷ്ടപുത്രനായിരുന്നു, പിന്നെ ഒരു അടിമച്ചെറുക്കനായി മാറി, പിന്നെ അവൻ രാജ്യത്തെ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയായി. യോസഫിന് അപ്പനൊരു അങ്കി ഉണ്ടാക്കി കൊടുത്തു, അത് സഹോദരന്മാർ ഊരി മാറ്റി. പൊത്തിഫേർ ഒരങ്കി അവന് കൊടുത്തു, അത് അവൻ്റെ ഭാര്യ ഊരിയെടുത്തു. എന്നിട്ട് അവനെ ജയിൽ വസ്ത്രം ധരിപ്പിച്ചു. ജയിലിൽ കിടക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവ് അവനൊരു വസ്ത്രം കൊടുത്തു. അതിനെ തൊടാൻ ഒരുത്തനും അധികാരമില്ല. മനുഷ്യൻ നിന്റെ മേൽ ഇടുന്നതൊക്കെ മനുഷ്യനെടുത്തുകൊണ്ട് പോവും, പക്ഷെ തമ്പുരാൻ നിന്റെ മേൽ ഇടുന്നതിനെ തൊടുവാൻ
ഒരു അന്ധകാര ശക്തികൾക്കും അധികാരമില്ല. ഓഹോ ഹോ, ശക്തിയോട് ദൈവത്തെ ആരാധിച്ച മനുഷ്യൻ തരുന്നൊക്കെ മനുഷ്യൻ എടുത്തുകൊണ്ട് പോവും. ദൈവം തരുന്നതിനെ തൊടുവാൻ ദുഷ്ട നിനക്ക് അവകാശമില്ല. ഈ യോസഫിന്റെ കാലഘട്ടത്തിൽ നോ ചർച്ച്, നോ ബൈബിൾ, നോ കമ്മിറ്റി. ചോദ്യം ചെയ്യാൻ ആരുമില്ല, നോ പാസ്റ്റർ. അവനെ ചോദ്യം ചെയ്യാൻ, മുടക്കാൻ, വിസ്തരിക്കാനൊന്നും ആളുമില്ല. എങ്കിലും യോസഫ് വിശുദ്ധി സൂക്ഷിച്ചു. ഈ ദൂത് ഇതിനകത്ത് കയറി വരണം. എന്താ കാര്യം? യോസഫ് നിന്നെ മുടക്കാൻ ആളില്ലല്ലോ, തിരുത്താൻ ആളില്ലല്ലോ. ഹല്ലേലൂയ. യോസഫ് പറയും, എന്നെ കാണുന്നൊരുത്തൻ സ്വർഗത്തിലുണ്ട്. ആരും എന്നെ കാണാത്തപ്പോഴും എന്നെ കാണുന്നൊരുവൻ സ്വർഗത്തിലുണ്ട്. പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആരും കാണുന്നില്ലെന്നും പറഞ്ഞാൽ അതിനകത്ത് കിട്ടുന്നതെല്ലാം വാങ്ങി മോന്തരുത്. കാണുന്നൊരുത്തനുണ്ട്. വീട്ടിനകത്ത് കയറി കമ്പ്യൂട്ടർ ഓണാക്കി ചിലരൊക്കെ പറഞ്ഞ് മോഹൻ അങ്ങ് പഠിക്കുകയാണെന്ന്. അവൻ എന്തെല്ലാം പരിപാടി അതിനകത്ത് ഒപ്പിക്കുന്നത്. മക്കളെ, കാണുന്നൊരു സ്വർഗമുണ്ട്. അപ്പം നിന്നെ കാണാത്തപ്പോഴും, അമ്മ നിന്നെ കാണാത്തപ്പോഴും, പാസ്റ്റർ നിന്നെ കാണാത്തപ്പോഴും നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്. യോസഫ് പറഞ്ഞു, ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല. മനുഷ്യനെ ശങ്കയും ദൈവഭയവും ഉണ്ട്. കേൾക്കുന്നുണ്ടോ? മനുഷ്യനെ ശങ്ക, ദൈവഭയം. മനുഷ്യനെ ശങ്ക. ഒരു ഞായറാഴ്ച വന്നില്ലെങ്കിൽ പാസ്റ്റർ വിളിച്ചു ചോദിക്കും. കർത്തൃമേശ കൂടെ എടുക്കാതിരുന്ന ആളുകൾ ശ്രദ്ധിക്കും. മുപ്പന്മാർ കൊണ്ടുതരുന്നവർ ശ്രദ്ധിക്കും. മനുഷ്യശങ്കയാ. അവരെന്തോ വിചാരിക്കും, അവർ കാണത്തില്ലേ, അതുകൊണ്ട് ഞാനങ്ങ് എടുത്തേക്കാം. അത് മനുഷ്യശങ്കയാ. എന്നാൽ നിന്നെ ഇവിടെ നിർത്തേണ്ടത് മനുഷ്യശങ്കയല്ല, ദൈവഭയവാ. ഇവരാരും എന്നെ ചോദ്യം ചെയ്തില്ല. എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട്. എവരി കോൺവെർസേഷൻ, നമ്മുടെ എഴുതി വെച്ചിട്ടില്ലേ, ക്രൈസ്റ്റ് ഈസ് ദി ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ഈസ് സൈലന്റ് ലിസണർ എവരി കോൺവെർസേഷൻ, അൺസീൻ ഗസ്റ്റ് എവരി മീൽസ്. കാണപ്പെടാത്ത അതിഥിയാണ്. ഓരോ സംഭാഷണം സൈലന്റ് ലിസണറാ. വലിയ വെണ്ടയ്ക്കാഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് പോയി അന്നത്തെ പ്രസംഗം മുഴുവൻ നിരൂപണം ചെയ്യുന്നത്. അനക്കമില്ല. ഈ ആകാശത്തിന് കീഴിലുള്ള സകലത്തെയും കുറിച്ച് കുറ്റം പറയുന്നത്. എന്തോ എഴുതി വെച്ചേക്കുന്നത്? സൈലന്റ് ലിസണർ. ഭക്ഷണമേശ ഇരുന്ന ദൈവത്തെ ഓർത്ത് നിന്റെ തലമുറ രക്ഷപ്പെടണോ, ഇതൊക്കെ നിർത്തണം. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇതിനകത്തെ കയ്യടിയും പാട്ടും അല്ല. ഞാൻ സാറ് പറയും, സൺഡേ മാത്രമല്ല ക്രിസ്ത്യാനി ആകേണ്ട, മണ്ടയിലും ക്രിസ്ത്യാനി ആയിരിക്കണം. സൺഡേ നീ പെന്തക്കോസുകാരനും മണ്ടേ വല്ലവൻ്റെ മണ്ടയ്ക്ക് കയറുന്നവനും ആകരുതെന്ന്. ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അറിയാമോ? പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല പാസ്റ്ററെ വിട്ടുകളയാൻ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ സകല ടെലഫോൺ സംഭാഷണവും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെയൊക്കെ അത്ര വിദ്യാഭ്യാസ ശ്രേഷ്ഠതയുള്ളവരെ കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് മറ്റൊരിത് അത് സ്കാൻ ചെയ്യും, അതെന്നാ പറയുന്നത്, വെരിഫൈ ചെയ്യും. ഓരോ ശബ്ദതരങ്ങളും വേണ്ടത് സൂക്ഷിക്കും കുറേ നാളത്തേക്ക്. വേണ്ട, നമ്മൾ വിചാരിക്കുന്ന ആരും കേൾക്കുന്നില്ലെന്നാ. നീ ഫോണിലൂടെ പറഞ്ഞതെല്ലാം ആളുകൾ കേട്ടോണ്ടിരിക്കുക. വേറെ ആളുകൾ റെക്കോർഡ് ചെയ്യപ്പെടുക. പാസ്റ്ററെ കുറ്റം പറഞ്ഞതും, കമ്മിറ്റിയെ കുറ്റം പറഞ്ഞതും, സെക്രട്ടറിയെ കുറ്റം പറഞ്ഞതും, ഖജാൻജിയെ പറഞ്ഞതും, അതും ഇതും സഹോദരനെ പറഞ്ഞതും, മുമ്പിൽ ഇരിക്കുന്നവനെ പറഞ്ഞതും. എന്നിട്ട് എവിടെ ഒന്ന് പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും, ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ അച്ചാൻ്റെ കാര്യം, ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞത് ദൈവത്തിനറിയാം. സൂപ്പർ കമ്പ്യൂട്ടർ. ഞാൻ ന്യായവിധി പ്രസംഗിക്കാറുണ്ട്. പ്രസംഗിക്കാൻ എഴുതിയിട്ടുണ്ട് ദൈവന്യായവിധി. അപ്പം നമ്മുടെ എല്ലാ വണ്ട മനുഷ്യൻ പറഞ്ഞ ഏത് നിസാര വാക്കിനും ദൈവത്തോട് കണക്ക് കൊടുക്കണം. പുറംപൂച്ചും മനസ്സിലിരിപ്പും. പുറംപൂച്ച്, കർത്താവേ നിന്റെ പൈതലിനെ നീ അനുഗ്രഹിക്കണേ. മനസ്സിലിപ്പ്, ഇവനെ അനുഗ്രഹിച്ചില്ല, എനിക്കെന്നെ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. നിങ്ങളെ കയ്യടിപ്പിക്കാൻ മാത്രമല്ല ദൈവം എന്നെ വിട്ടേക്കുന്നത്, മാനസാന്തരപ്പെട്ടോണം, മടങ്ങി വന്നോണം. ഹെഡ് ചെയ്ത് കളയരുത് ദൂത. നിനക്കുള്ള ദൂത പരിശുദ്ധാത്മാവ് പറയുന്നത്. മടങ്ങി വരണം. നമ്മൾ ഇതുവരെ ചിന്തിച്ചേക്കുന്ന ആരും അറിയുന്നില്ലെന്നല്ലേ. നിന്റെ ടെക്സ്റ്റ് മെസ്സേജ് ഉൾപ്പെടെ, വാട്സാപ്പ് മെസ്സേജ് ഉൾപ്പെടെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
നീയൊക്കെ പറയുമ്പോഴേ നീ വിചാരിക്കുന്ന ആരും കേൾക്കുന്നില്ലെന്ന. ഓ, മനുഷ്യൻ പറഞ്ഞ ഏത് നിസ്സാരവാക്കിനും ദൈവത്തിൽ കണക്ക് കൊടുക്കണം. റിവൈവൽ, ഉണർവ് മാനസാന്തരത്തിലൂടെ, അനുതാപത്തിലൂടെ, കരച്ചിലൂടെ. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ നീ നോ എന്ന് പറയണം, സ്റ്റോപ്പ് ചെയ്യണം, ഇനി ആവർത്തിക്കില്ലെന്ന് പറയണം. ടെലഫോൺ തന്നിരിക്കുന്ന നുണ പറയാനല്ല, കൂട്ടിപ്പിടിപ്പിക്കാനല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയും, ഈ വിഷയത്തോട് ബന്ധപ്പെട്ടതേ അല്ല, തമ്മിലടിപ്പിക്കാനല്ല. നിനക്ക് ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായിരിക്കണം, മഹത്വത്തിനായിരിക്കണം. സഭയ്ക്കകത്ത് ദൈവനാമത്തിന് മഹത്വമല്ലാത്ത ഒരു വാക്ക് ഉയരരുത്. നിങ്ങൾക്കറിയാം, 4 പതിറ്റാണ്ടാ ഞാൻ യേശുവിനെ ഇതേ വോയിസിൽ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് അടികൂടാനുള്ള സ്ഥലമല്ല ആരാധനാലയം, നിനക്ക് തമ്മിൽ തമ്മിൽ കണക്ക് തീർക്കാനുള്ള ഇടമല്ല ആരാധനാലയം. ഇത് സമാഗമിക്കുന്ന സ്ഥലമാ, ഇത് കൂട്ടിമുട്ടുന്ന സ്ഥലമാ, ഇത് കണ്ടുമുട്ടുന്ന സ്ഥലമാ. ആരൊക്കെ തമ്മിൽ? മഹോന്നതനായ ദൈവവും നാമും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലമാണിത്. ഒന്ന് കൈയടിച്ചോ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോട് പറയാനുള്ളതും നിനക്ക് തമ്പുരാനോട് പറയാനുള്ളതും പറയാനുള്ള ഇടമാണിത്. ശക്തിയോടെ 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 ദൈവത്തെ സ്തുതിക്ക്. കണക്ക് തീർക്കാനുള്ളവല്ല, നിന്റെ ശബ്ദം ഉയർത്താനുള്ളവല്ല, തമ്മിലടിക്കാനുള്ളവല്ലിത്. ദൈവത്തിന് മഹത്വം വരണം. അഹങ്കാരമൊക്കെ കളഞ്ഞു. പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പറയാ, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എന്നെ കാണുന്നവനുണ്ട്, എന്നെ കാണുന്നുണ്ട്. ഞാൻ വാക്ക് നിർത്താൻ പോവാ. ലാസ്റ്റ് ഒത്തിരി കാര്യമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കാതിരിപ്പാൻ പിശാച് നോക്കി, അവൻ വളരാതിരിപ്പാൻ നോക്കി, അവൻ മരിക്കാതിരിപ്പാൻ നോക്കി, അവൻ ഉയരാതിരിപ്പാൻ നോക്കി. എന്നാൽ നമ്മുടെ കർത്താവ് ജനിച്ചു, നമ്മുടെ കർത്താവ് വളർന്നു, നമ്മുടെ കർത്താവ് മരിച്ചു, അവൻ മരണത്തെ തകർത്ത് ഉയർത്തു. കൈ ഉയർത്തിയ സ്തോത്രം പറയാൻ കഴിയും. കാൽവറി ക്രൂശ് പിശാചിൻ്റെ പദ്ധതിയുടെ 10 കാര്യങ്ങളാണ് ഞാൻ പ്രസംഗിക്കാൻ വന്നത്. അതിൽ 5 കാര്യം പറഞ്ഞ് നിർത്തുക. നമ്മുടെ കർത്താവിൻ്റെ കാൽവറി ക്രൂശ് പിശാചിൻ്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും ദൈവിക പദ്ധതികളുടെ സമ്പൂർണ്ണ വിജയവുമായിരുന്നു. നമ്മുടെ കർത്താവ് ജനിക്കാതിരിപ്പാൻ നോക്കി, ജനിച്ചു. വളരാതിരിപ്പാൻ നോക്കി, വളർന്നു. മരിക്കാതിരിപ്പാൻ നോക്കി, മരിച്ചു. മരിച്ച കർത്താവ് ഉയർക്കാതിരിപ്പാൻ നോക്കി. നിങ്ങൾക്കറിയാം, ഒരു വേദഭാഗം വായിച്ചിട്ട് പുസ്തകം അടയ്ക്കാൻ 2 വാക്യം. മത്തായി സുവിശേഷം 27:62 മുതലുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 27:62 67 വായിച്ചു. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന് ശിഷ്യന്മാർ ചെന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട് അവർ വിളിച്ചത്, പീലാത്തോസിനെ എന്നാ വിളിച്ചേ? യജമാനനെ, സാറേ. യേശുവിനെ എന്നാ വിളിച്ചേ? ചതിയൻ. അയോഗ്യനെ കയറി യോഗ്യനാക്കി. അവനെ സാറേ എന്ന് വിളിച്ചു. സർവ്വയോഗ്യതയുള്ളവനെ ചതിയൻ എന്ന് വിളിച്ചു. ലോകം ഇങ്ങനെയാണ്, നീ പേടിക്കുമൊന്നും വേണ്ട. യോഗ്യനായവനെ ചതിയനെന്ന് വിളിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, അനേകർ യോഗ്യതയില്ലാത്തവൻ്റെ മുൻ മുട്ടുകുത്തുമ്പോൾ യോഗ്യനായവനെ ആരാധിപ്പാൻ നമുക്ക് ഭാഗ്യം നൽകി. അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് ഓർമ്മ വന്നേ, ആ ചതിയൻ ഉയർക്കുമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞപ്പോൾ, ഞാൻ കാവൽക്കൂട്ടം തരാം, നിങ്ങൾ ആവോളം എന്നെ ഇനി നോക്കിയോ, ഞാൻ പറഞ്ഞു നിർത്താം, നിങ്ങളാവോളം കല്ലറ ഉറപ്പാക്കിക്കോളാൻ പറഞ്ഞു. അന്നത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി. ഞാൻ കർത്താവായ യേശു, ഇവിടെ പോയവരൊക്കെ കണ്ടു കാണും. നമ്മളെ കർത്താവിനെ അടക്കിയ കല്ലറയുടെ മുമ്പിൽ ഒരു നല്ല തോട്ടമുണ്ട്, അവിടെ ഞാൻ കർത്തൃമേശ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ട്രിപ്പിൽ. സ്തോത്രം. എൻ്റെ കർത്താവിനെ അടക്കിയ കല്ലറയിൽ മുമ്പിൽ വെച്ചിരുന്ന വലിയ കല്ലൊക്കെ അവിടെ ഉരുട്ടിയിട്ടിട്ടുണ്ട്. ഒരു കല്ലുരുട്ടി വെച്ചു, റോമാഗം ഡിംബീരിൽ മുദ്ര വെച്ചു, സീൽ വെച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ കല്ലറയ്ക്ക് കാവൽ നിന്നു. ദൃശ്യലോകത്ത് ഇത് നടക്കുമ്പോൾ അദൃശ്യലോകത്ത് മറ്റൊരു കാര്യം നടക്കുകയായിരുന്നു. പിശാചുവിൻ്റെ 1000 ദൂതന്മാരും ആ കല്ലറയ്ക്ക് കാവലായിരുന്നു. കല്ലറയ്ക്കുള്ളിൽ മറ്റൊരു കാര്യം നടക്കുന്നു, മരണവും പാതാളവും. ആദാം മുതൽ വാഴുകയാണ് മരണം.
തൻ്റെ കയ്യിൽ കുറ്റവനെ വിട്ടുകൊടുക്കില്ല, അവൻ്റെ കയ്യിൽ കുറ്റവനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തി നമ്മുടെ കല്ലറാവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നു. മരണവും പാതാളവും തൻ്റെ കയ്യിൽ കിട്ടിയവനെ വിട്ടുകൊടുക്കില്ലെന്ന് പറയുന്നു. പിശാചും അവൻ്റെ സകല ദൂതന്മാരും ആ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. അവൻ മരണത്തെ തകർത്ത് ഉയർത്ത് ജീവിക്കുന്നു. ഓ ഷമ റഘോനി, രാത്രി ഹോളിൽ വന്ന ദൈവവൈതലേ, നിന്റെ സകല നന്മയെയും പിശാചും വധിച്ച് മുദ്ര വെച്ചാലും ഒരൊറ്റ വാക്കിനാൽ ദുഷ്ട പിശാചിന്റെ മുദ്രകളെ അഴിപ്പാൻ അധികാരമുള്ളവൻ ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നെ നോക്കൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കല്ലറയിലായിരുന്നപ്പോൾ പിശാചും അവൻ്റെ എല്ലാ ദൂതന്മാരും ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ ഓടുകയായിരുന്നു. എൻ്റെ കർത്താവ് പുറത്തു വരരുത്, എൻ്റെ കർത്താവ് പുറത്തു വരരുത്. അതിനെ അതിനകത്തു തന്നെ ഉള്ളിൽ ഒതുക്കുവാൻ അവൻ ഓടി നടന്നു. എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. അധികാരികളെ കൊണ്ട് ചെയ്തു, പട്ടാളക്കാരെ കൊണ്ട് ചെയ്തു, പിശാച് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ നമ്മുടെ കർത്താവ് പുറത്തു വന്നു. ഇന്ന് രാത്രി നിന്നോട് പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി ദുഷ്ട പിശാച് ചെയ്യാവുന്നതെല്ലാം ചെയ്യും. ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊള്ളട്ടെ. എന്നാൽ ജയം പിശാചിനല്ല, ജയം യേശുവിനത്രേ. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു, കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ദുഷ്ട പിശാചേ, നീ ചെയ്യാവുന്നൊക്കെ ചെയ്തോ, പക്ഷെ ജയം നിനക്കല്ല, ജയം സഭയ്ക്കത്രേ. ചാടി എഴുന്നേറ്റാട്ട്, എല്ലാവരും ചാടി എഴുന്നേറ്റാട്ട്, ദൈവത്തിൽ എഴുന്നേറ്റിരുന്നാട്ട്, കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്, കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറ, ദുഷ്ട പിശാചേ, ദൈവസഭയ്ക്കെതിരായി, ഞങ്ങളുടെ കുടുംബത്തിനെതിരായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരായി നീ നാളുകളായി പലതും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നീ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നിനക്ക് ചെയ്യാവുന്നെല്ലാം ചെയ്തു കൊള്ളുക. എന്നാൽ ജയം നിനക്കല്ല, ജയം നിനക്കല്ല, ജയം യേശുവിനത്രേ, ജയം സഭയ്ക്കത്രേ, ജയം എനിക്കത്രേ. വൈഡമാന വൈഡമാന ഹത്തുനാര ഹൈഡലാര ഹംദോനാര വൈഡമ ഉഡ്ഡമാന ഹൈഡമാന ഹംദോലോര വൈഡമ ഉഡമനാര വൈഡമാന ഹത്തുനാബ ലൗഷമാന ഹംദനാര വൈഡ ഓ ശബൽ ഖനബ ശംഫലറിയ യുഡബൽ ഖനബ ശംഫുനിയാനബ. ജയം യേശുവിനത്രേ, ജയം ദൈവസഭയ്ക്കത്രേ, ജയം ദൈവസഭയ്ക്കത്രേ, ജയം ദൈവസഭയ്ക്കത്രേ. ആശ്രയനായ യേശുവിനത്രേ, ജയം സഭയ്ക്കത്രേ, ജയം യേശുവിനത്രേ, ജയം യേശുവിനത്രേ. കൈയടിച്ചു, അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. അത്യന്ത ശക്തി നിന്മേൽ വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി നിന്മേൽ വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തി നിന്മേൽ വ്യാപരിക്കട്ടെ. ഞാൻ സകലത്തിനും ദൈവമായ ഹോവാ, ഞാൻ സകലയിടത്തിനും ദൈവമായ ഹോവാ. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ സകലയിടത്തിനും ദൈവമായ ഹോവാ. എന്നാൽ അസാധ്യമായ വല്ല കാര്യമുണ്ടോ? മരിച്ചവരുടെ ഉയർപ്പ് നടക്കില്ലെന്ന് പിശാച് പറയുന്നു. കർത്താവ് മടങ്ങി വരില്ലെന്ന് പിശാച് പറയുന്നു. അതൊക്കെ എനിക്ക് എടുക്കേണ്ടതായിരുന്നു, പക്ഷെ സമയമില്ല. സ്വർഗമില്ലെന്നവൻ പറയുന്നു, നരകമില്ലെന്നവൻ പറയുന്നു, ന്യായവിധിയില്ലെന്ന് പറയുന്നു, നമ്മുടെ കർത്താവ് മടങ്ങി വരില്ലെന്നവൻ പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി വേദവസ്തുവിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം എന്തെന്നറിയാമോ? ഫരീസൽ, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക, അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അതായത് നാളെ രാവിലെ സൂര്യൻ ഉദിക്കത്തില്ലെന്ന് അമേരിക്കൻ സെനറ്റ് കൂടി സൂര്യൻ ഉദിക്കരുതെന്ന് അമേരിക്കൻ പാർലമെന്റ് പ്രമേയം പാസാക്കിയാലും നാളെ സൂര്യൻ ഉദിച്ചിരിക്കും. ഇന്ത്യൻ പാർലമെന്റ് കൂടി നാളെ സൂര്യൻ ഉദിക്കരുതെന്ന് പ്രമേയം പാസാക്കിയാലും നാളെ സൂര്യൻ ഉദിച്ചിരിക്കും. ദുഷ്ട പിശാചേ, നീയും നിന്റെ അന്ധകാര സേനയും എത്രയൊക്കെ പറഞ്ഞാലും നാളെ സൂര്യൻ ഉദിക്കുമെന്നത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും, നമ്മൾ പറന്നുയരും. എല്ലാവരും അന്യഭാഷയിൽ കരങ്ങളടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച ജീസസ്.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച ശേഷം അല്പനിമിഷത്തോടെ ആരാധിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ സകലത്തിനും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത ഒരു കാര്യമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥയിലും നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം അത്ഭുതം ചെയ്യും. കണ്ണടച്ചോ. കർത്താവ് വന്നില്ലേ, നാളെ നമ്മുടെ യോഗം നടക്കും. കർത്താവിനോട് പറയും നീ ഒരു റിക്വസ്റ്റ് ഇന്ന് നൽകാൻ. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കണ്ണടച്ചോ. കണ്ണടച്ചേ. ആരും കണ്ണൂർ നോക്കണ്ട. കുഞ്ഞുങ്ങളോ പ്രായമായവരോടോ. ഒരു പക്ഷേ ഇന്ന് രാത്രി കർത്താവ് വരാം. ഞാനെപ്പോഴും എൻ്റെ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന അങ്ങനെ. ഒരു പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ പ്രസംഗിക്കുന്ന ലാസ്റ്റ് മെസ്സേജ് എൻ്റെ മുമ്പിൽ വന്ന് ചിലർ കേൾക്കുന്ന അവസാന സന്ദേശം. നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് യോഗമുണ്ട് കർത്താവിൻ്റെ ആവശ്യം. പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കർത്താവ് വന്നാൽ നീ പോകില്ല. പോകണേ ദൈവകൽപ്പന അനുസരിക്കണം. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. ഓരോ രാത്രിയിലും അവസരം തരേണ്ടതാ. ഇന്ന് രാത്രിയിൽ സ്നാനം സത്യമാണ്. കർത്താവ് വന്നാൽ എനിക്ക് പോകണം. കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ ആഗ്രഹമുണ്ട്. എൻ്റെ മരണത്തിന് മുമ്പ് അല്ല എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോ പ്രായമായവരുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്നാനം സത്യമാണെന്നറിയാം. നന്നായി കൈ ഉയർത്തിയായിട്ട് മക്കളെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം സന്തോഷിക്കും. ആ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൈകൾ നന്നായി ഉയർത്തിപ്പിടിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, സ്വർഗ്ഗ പിതാവേ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുള്ളതിന് മക്കളെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ കരവിടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. അവിടെ കൽപ്പനയനുസരിച്ച് എങ്ങൾക്ക് വേണ്ടി നിൽപ്പാൻ അവരെ ഒരുക്കണമേ. നിന്റെ കൈ അവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇവിടെയുണ്ട്. നീ രഹസ്യമായി കരയുന്ന ചിലതിന് ദൈവം പരസ്യമായി ഉത്തരം തരും. പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ വിമോചനല്ല, ദൈവം ഉത്തരം തരും. പ്രാർത്ഥന ആവശ്യമുള്ളവർ കൈ ഉയർത്തു. രഹസ്യമായി കരയുന്നത് പരസ്യമായി ദൈവം പ്രവർത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സംഭവിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, സംഭവിക്കില്ലെന്ന് അയൽക്കാർ പറയുന്നത്, സംഭവിക്കില്ലെന്ന് നിന്റെ പായിൽ ആരാധിക്കുന്നവൻ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. വചനത്തോട് പ്രതികരിക്കുന്ന നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ അത്യുന്നതൻ്റെ ശക്തി അവിടെ മേൽ നിഴലിടട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ കരയുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. അത്ഭുതം നടക്കട്ടെ കർത്താവേ. വലിയ ദൈവശക്തി ഇവിടെ വ്യാപരിക്കട്ടെ കർത്താവേ. നിന്റെ കൈ അവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. അത്ഭുതം നടന്നിരിക്കാൻ സ്തോത്രം. വിടുതലിന്റെ സാക്ഷി ഹോളിൽ ഉയരട്ടെ കർത്താവേ. ഈ സഭയെ വ്യത്യസ്ത നിലയിലേക്ക് ഇറക്കാൻ പോകുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്റെ കര അവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്. ശക്തിയോടെ. Hallelujah, hallelujah, hallelujah. Oh, Shama Ramana Haduna. Hallelujah. Thank you, Lord. Hallelujah. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ അടിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. Praise the Lord. Hallelujah. Praise the Lord. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ആമേൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുഹരായിരിപ്പിൻ. ഓ കലുഷതയകറ്റി കണ്ണു
ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നീതാ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതവുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതവുകളെ യേശുവെ സ്വീകരിപ്പാൻ. അവൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. അവൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടി. ഉലകമഹാന്മാർ അവൻ ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതരേശു മഹേശ്വരൻ ഉയരത്തിൽ പാടിടുന്നു. അവൻ നമ്മൾ ഉന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ പാടിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം. നമ്മളെ സുരാജൻ നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. Hallelujah, hallelujah. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ വീണ്ടും സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം അവിടുത്തെ ദാസനിലൂടെ ശ്രവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കിയല്ലോ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നെ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവിക വാഗ്ദത്തങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ. ആമേൻ, സ്തോത്രം. ഒരു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. അബ്രഹാം, ദാവീദ്, സാറ, യോസഫ്
അവൻ സ്തോത്രം കൊടുക്കാൻ കർത്താവായി യേശു ക്രിസ്തുവിനെ പോലെ അവൻ ഇനി അവൻ ജനിക്കില്ല എന്നും അവൻ ഉയരില്ല എന്നും അവൻ സ്തോത്രം അവൻ ഉയർത്തെഴുന്നേൽക്കില്ല എന്നും പൈശാചികനായവൻ വാത് കെട്ടിയ സാഹചര്യങ്ങളിൽ കാൽവറി പിശാചിന്റെ പരാജയവും ദൈവിക പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയവുമായിരുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടിയുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ സാധ്യമാക്കി തരുവാൻ കർത്താവ് മതിയായവനത്രേ. ഇന്ന് രാത്രിയിലും കേൾക്കപ്പെട്ട ദൈവിക ആലോചനകളെ ഏറ്റെടുത്തുകൊണ്ട് ധൈര്യത്തോടെ ബലത്തോടെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രിയ ചന്ദ്രബോസ് സംഘം ഇപ്പം മുമ്പോട്ട് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദേവദാസം പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് നാളത്തെ മീറ്റിങ്ങും കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നാളത്തെ മീറ്റിംഗ് ഗാലയിലെ ബോഷ് ഹാളിൽ വെച്ച് 8 മണി മുതൽ 10 മണി വരെ നടക്കുന്നു. മിഷൻ ഫണ്ടിലേക്കുള്ള സ്തോത്ര കാഴ്ചയും നാളെ എടുക്കുന്നതാണ്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ മീറ്റിംഗിൽ കടന്നു വരാൻ സംബന്ധിക്കാം. ഇപ്പോൾ ചന്ദ്രബോസ് സംഘം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹപ്പെട്ട നല്ല ദിനത്തിൻ്റെ രാത്രിയാമത്തേരായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രയാണത്തിൽ ഇന്ന് രാത്രികാലം കർത്താവേ, ഒരു കർത്താവിനായിരിക്കാൻ സന്നിയിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരിക്കൽ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയായി 3-ാം ദിനത്തിന് ഈ രാത്രിയിലും കർത്താവേ, തൃപ്പാത്തിലെത്തോളം സമയമായിരിക്കാൻ നാമത്തെ ഒന്നിച്ച് ഉയർത്തുവാനും മാറ്റമില്ലാത്ത കർത്താവ് വചനങ്ങളെ തൻ്റെ സദാസിനെ കൂടെ കർത്താവ് രാത്രികാലം ഞങ്ങൾ കർത്താവ് ശ്രദ്ധിക്കാനിടയായല്ലോ. ഈ ലോക ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് മറ്റൊന്നിനും ആശ്രയിപ്പാനില്ല. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമായിരിക്കാൻ ഈ ലോകത്ത് കർത്താവ് ഞങ്ങൾ വെറും മൺപൊടികളാണ് ഇപ്പം. എന്നാൽ തിരുസന്നിധിയിൽ ഞങ്ങളുടെ കർത്താവ് ഈ ഉമ്മാൻ്റെ പ്രദേശത്ത് തോളായുസ്സും ആരോഗ്യം തന്ന് നടത്തിയ ദൈവസേനയിൽ രാത്രികാലം കർത്താവ് തൻ്റെ ദാസിനെ കൂടെ കേട്ട നല്ല തിരുവചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സൃഷ്ടിക്കാനദാസിനത്തോളം കർത്താവ് ഈ രാത്രി ബലപ്പെടുത്തി ഓർത്ത് നന്ദിയോട് സ്തോത്രം. മോൻ്റെ എല്ലാ സൃഷ്ടിക്കായ നന്ദിയോട് സ്തോത്രം. എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദിവസങ്ങളിൽ കർത്താവ് തൻ്റെ ദാസിനെ കൂടെ കേൾക്കുന്ന നല്ല വചനങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഉറപ്പും ധൈര്യമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട് മറക്കുന്നവരായിട്ടല്ല, ഞങ്ങളുടെ പ്രായ ജീവിതത്തിൽ അത് ഉറപ്പും ധൈര്യമുള്ളവരായി തിരുനാമത്തിന് വേണ്ടി കർത്താവ് മുന്നോട്ട് ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. OPS സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വ്യക്തികളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. രാത്രികാലം കർത്താവെ കടന്നു വരുന്ന എല്ലാ മക്കളെയും കർത്താവെ തിരുപ്പാത്തൊലിക്ക് കൂടി സമർപ്പിക്കുന്നു. കർത്താവ് സൂക്ഷിക്കുന്ന ദാസനും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കൗൺസിൽ മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവെ നാളെ 4 ദിവസങ്ങൾ നടക്കുന്ന എല്ലാ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് കർത്താവെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേട്ട് ദിവസങ്ങളെ കർത്താവെ നാമത്തിനായി കർത്താവ് ഇടയാക്കണേന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ഒരിക്കലും കൂടി സമർപ്പിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ കടന്നു പോകുമ്പോൾ സാന്നിധ്യം കൂട്ടുകയും നാളെ നടക്കുന്ന ഈ മീറ്റിംഗ് അനുഭവമാക്കി തീർക്കണമേ. സൂക്ഷിക്കാൻ ശേഷദാസിനെ കർത്താവ് ബലപ്പെടുത്തണമേ. ദാസിനെ കൂടെ കർത്താവ് കേൾക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വെറുപ്പും ധൈര്യമായി ഇടാക്കണേ പ്രാർത്ഥന. നല്ല പാട്ടുകൾ പാടുവാൻ എൻ്റെ മക്കൾ ഇന്ന് രാത്രികാലം അവർ നദികരപ്പെടുത്തല്ലോ. ഈ ദിവസങ്ങളായി കർത്താവ് കേൾക്കുന്നതൊക്കെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപ കൂടിയിരിക്കണേ. ഓരോ നാട്യങ്ങൾ ഒരുക്കണമെന്ന് ജീവച്ചനായ യേശു ക്രിസ്തു നാമത്തിൽ താനുവിനെ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഓരോ കുടുംബങ്ങളോടും ലോകത്തെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.